ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഈ സമുദായം ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയങ്ങൾ സന്ദർഭങ്ങൾ കൊണ്ട് ആദരിക്കപ്പെട്ട ഒരു സമൂഹമാണെന്ന് പല പ്രഭാഷണങ്ങളിൽ ഇതേ വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക വഴി പഴയകാല ജനതകൾക്ക് ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ വയസ്സുള്ള ജനതകളോട് കുറഞ്ഞ കാലഘട്ടം കൊണ്ട് നമ്മൾ കിടപിടിക്കുകയോ അവർക്ക് മേലെയാവുകയോ ചെയ്യും എന്നത് ഉമ്മത്ത് മുഹമ്മദിന് അള്ളാഹു നൽകിയ റഹ്മത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉമ്മത്തുൻ മർഹൂമ, അനുഗ്രഹം ചൊരിയപ്പെട്ട സമുദായമാണ് ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ലൈലത്തുൽ ഖദർ കൊണ്ട് 83 വർഷത്തിലേറെ പോകും. അപ്പോൾ 10 ലൈലത്തുൽ ഖദർ കൊണ്ട് 830-ലേറെ വർഷങ്ങൾ കയറും, അമൽ കയറും. അപ്പോൾ 12 ലൈലത്തുൽ ഖദർ കൊണ്ട് ആദം നബിയോട് കിടപിടിക്കും അലൈഹിസ്സലാം. 12 ലൈലത്തുൽ ഖദർ ഒരാൾക്ക് ഈ ഉമ്മത്തിൽ കിട്ടിയാൽ അയാൾ അമൽ സവാബ് കൊണ്ടും അജ്ർ ഫള് കൊണ്ടും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അമലിനോട് കിടപിടിക്കും. നബി എന്ന വഴിയിലല്ല, ഒരു കർമ്മം ചെയ്തവൻ എന്ന വഴി. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. 24 ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ 2 ആദം നബിയോട് കിടപിടിക്കും. 48 ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ 4 ആദമിനോട് കിടപിടിക്കും. 60 ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ 5 ആദമിനോട് കിടപിടിക്കും. 60 ലൈലത്തുൽ ഖദർ ഒക്കെ സ്വാഭാവികമായി ലഭിക്കും. ശ്രദ്ധിക്കുന്നവന് ഉപ്പ തന്നെ വളർത്തി മേരായ വഴിക്ക് ഉമ്മയും ഉപ്പയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെറിയ കാലം മുതലേ വളർത്തിക്കൊണ്ടുവന്ന് വശാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്, ചെറുപ്പകാലത്തെ അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 60 ലൈലത്തുൽ ഖദറൊക്കെ ഈസിയാണ്. ഒരു 10ഓ 70ഓ ചില്ലാനം വയസ്സിൽ മരിച്ചു പോകുന്ന ഒരാൾക്ക് 60 ലൈലത്തുൽ ഖദറൊക്കെ ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ അയാൾ 5 ആദമിനോട് കിടപിടിക്കും അലൈഹിസ്സലാം. എന്തുകൊണ്ട് മാത്രം? ലൈലത്തുൽ ഖദർ കൊണ്ട് മാത്രം. ലൈലത്തുൽ ഖദർ എന്നാൽ ഒരു കൊല്ലത്തെ അര ദിവസമാണ്. ഒരു കൊല്ലത്തെ ഒരു ദിവസമല്ല, ഒരു കൊല്ലത്തെ അര ദിവസമാണ്. അപ്പോൾ പിന്നെ ആ കൊല്ലത്തെ മറ്റു ദിവസങ്ങളുടെ വ്യത്യാസമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പോൾ മറ്റു ദിവസങ്ങൾ കൂടി കൂട്ടിയാൽ എന്താണ്? ഒരു വെള്ളിയാഴ്ച കൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ 1 വർഷത്തെ സവാബ് ലഭിക്കും. ഒരു വെള്ളിയാഴ്ച കൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച ഫുള്ളല്ല. ഒരു വെള്ളിയാഴ്ച സുബഹ് മുതൽ ജുമുഅ പിരിയുന്നത് വരെയുള്ള സമയം തഅദിലു സനഹ, ഒരു കൊല്ലത്തിന് കിടപിടിക്കും. അതായത് കാൽഭാഗം, ഒരു ദിവസത്തിന്റെ കാൽഭാഗം, 3/4 ഭാഗം പിന്നെയും ബാക്കിയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഈ കാര്യത്തെ ഒന്ന് തുറന്നു പറഞ്ഞെന്നാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് ചെയ്തിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. കുറഞ്ഞ കാലം കൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കുക. അത് മീസത്തു ഫള് ഉമ്മത്തി മുഹമ്മദിൻ. ഇത് ഈ സമുദായത്തിന് മാത്രം അല്ലാഹു ചെയ്തിട്ടുള്ള പ്രത്യേകമായ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് അല്ലാഹു നൽകിയ ഒരു പ്രാധാന്യമാണ്. അത് അനുഭവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. രാത്രികളുടെ കാര്യം പ്രത്യേകം പറയുകയും വേണ്ട. ഓരോ വെള്ളിയാഴ്ച രാവും ഒരു ലൈലത്തുൽ ഖദറിന് കിടപിടിക്കും. ഓരോ വെള്ളിയാഴ്ച രാവും, ഒരു വെള്ളിയാഴ്ച രാവിൽ ഒരു സമയമുണ്ട്, അത് ലൈലത്തുൽ ഖദറിനോട് കിടപിടിക്കും. അപ്പോൾ ഒരു കൊല്ലത്തിൽ ഏകദേശം 48-50 ഉള്ളിൽ വെള്ളിയാഴ്ച രാവുണ്ടാവും. അപ്പോൾ 50 ലൈലത്തുൽ ഖദറിനോട് കിടപിടിക്കും വെള്ളിയാഴ്ച രാവും മാത്രം. എല്ലാ വെള്ളിയാഴ്ച രാവും ലൈലത്തുൽ ഖദറിനോട് കിടപിടിക്കും. അതിന് പ്രത്യേക സമയമുണ്ട്. ലാ യുവാഫിഖുഹ അബ്ദുൻ മുസ്ലിമുൻ സഅലഹു അല്ലാഹു ഇല്ലാ അജാബഹു. സഅലല്ലാഹ ഇല്ലാ അജാബഹു. ആ രാത്രി ഒരു പ്രത്യേക സമയമുണ്ട് വെള്ളിയാഴ്ച രാവിലെ. ആ സമയത്ത് ഒരാൾ അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം ഉറപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ. വെള്ളിയാഴ്ച രാവിലെ തഹജ്ജുദ് ലൈലത്തുൽ ഖദറിനോട് കിടപിടിക്കും.
അള്ളാഹു തൗഫീഖ് തരട്ടെ. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ്, വല്ലാത്ത സംഭവമാണ്. ചിന്തിക്ക്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിന് വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ പ്രത്യേകത? കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിന് വല്ലാത്ത പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണത്? കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിന് വല്ലാത്ത പ്രത്യേകതയുണ്ട്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് 1437 അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. അൽ ഉമൂറു ബിവഖവാതിമിഹ. ആദ്യവും അന്ത്യവും നന്നാവണം. ആദ്യം നന്നാവണം, അവസാനം നന്നാവണം, തുടക്കവും ഒടുക്കവും നന്നാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഈ വെള്ളിയാഴ്ച രാവിന് പ്രത്യേകത ഉണ്ട്. ഈ വെള്ളിയാഴ്ച രാവ് 1438 ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. ഹയാത്താക്കൽ നിർബന്ധമാണ്. ഇനി ഹയാത്താക്കൽ എന്താണ്? രാവിലെ ഹയാത്താക്കൽ എന്താണ്? രാവ് മുഴുവനും ഇരിക്കലല്ല. ആ രാത്രിയിലെ നിസ്കാരങ്ങൾ ജമാഅത്തിൽ പങ്കെടുക്കുക, അവ്വൽ ജമാഅത്തിൽ പങ്കെടുക്കുക. സുഹൂറിന്റെ സമയത്ത് ഉണർന്നിരിക്കുക. സുഹൂർ എന്നാൽ ഫജ്ർ സാദിഖ് ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 2 മണിക്കൂർ ഇടസമയം. അഥവാ 5 മണിക്കാണ് ഫജ്ർ സാദിഖിന്റെ ബാങ്ക് എങ്കിൽ, സുബ്ഹി ബാങ്ക് എങ്കിൽ 3 മണി മുതൽ 5 മണി വരെ ഉണർന്നിരിക്കുക. ദിക്റിലോ ഖുർആനിലോ തസ്ബീഹിലോ ഇൽമിലോ പഠനത്തിലോ പഠിപ്പിക്കലിലോ അള്ളാഹു പൊരുത്തപ്പെട്ട എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നതിലോ ഒരു വ്യക്തിയെ സഹായിക്കുന്നതിലോ എന്തെങ്കിലും ഒരു ഖൈറിലാവും. ഇസ്തിഗ്ഫാറിനെ തുടർത്തുക. ഇസ്തിഗ്ഫാർ. വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ وفي أموالهم حق للسائل والمحروم وفي الأرض آيات للموقنين إن المتقين في جنات وعيون. മുത്തഖീങ്ങൾ സ്വർഗ്ഗത്തിലെ ആരാമങ്ങളിലും അരുവിക്കരകളിലും വസിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആഖിദീന മാ ആതാഹും റബ്ബുഹും. അള്ളാഹു നൽകുന്ന സമ്മാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരങ്ങനെ സന്തോഷത്തിൽ കഴിഞ്ഞുകൂടും. അള്ളാഹു ഭാഗ്യം തരട്ടെ. എങ്ങനെ അവർക്ക് ആ ഭാഗ്യം ഇല്ലാതിരിക്കും? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അവർ പരലോകത്ത് വരുന്നതിന് മുമ്പുള്ള ജീവിതത്തിൽ സുഹൃതം ചെയ്ത് കഴിഞ്ഞവരാണല്ലോ. പരലോകത്ത് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ജീവിതത്തിൽ സുഹൃതം ചെയ്ത് കഴിഞ്ഞവരാണല്ലോ. അതായത് ഇന്നത്തെ ജീവിതത്തിൽ സുഹൃതം ചെയ്തിട്ടുണ്ട്. എന്താണ് സുഹൃതം? ശരിക്കും എന്താണ് സുഹൃതം? സുഹൃതം കേട്ടോ, അടുത്ത ആയത്ത്. സുഹൃതം കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയം വളരെ കുറവാണ്. ഒരു രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയം കുറവാണ്. ഒന്ന്, അവർ ചെയ്ത സുഹൃതം രാത്രി അവർ കിടന്നുറങ്ങുന്ന സമയം വളരെ കുറവാണ്. പിന്നെന്താ ചെയ്യാ? അവസാന യാമങ്ങളിൽ അവർ പൊറുക്കലിന് തേടിക്കൊണ്ടേയിരിക്കും. നേരം വെളുത്താലോ അന്വേഷിച്ചു വന്നവനും അന്വേഷിക്കാതെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്നവനും അവർ അവരുടെ ധനത്തിൽ നിന്ന് നൽകും. അന്വേഷിച്ചു വന്നവർക്കും നൽകും. ചിലർ അവരെ അന്വേഷിച്ചു വരും, ചിലരെ അവർ അന്വേഷിക്കും. ഫഖീർ അന്വേഷിച്ചു വരും, മിസ്കീൻ വിഷമിച്ച് വീട്ടിലിരിക്കും, അവരെ ഇവൻ അന്വേഷിക്കും. അവർ അള്ളാഹുവിനെ ഉറപ്പിക്കുന്നവരായതുകൊണ്ട് അവർ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവർക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയും. എന്ത് വാക്കാണതൊക്കെ!
ഒരു മസ്തിഷ്കം തുറന്നിട്ടും. പ്രഭാതനത്തിന് മുമ്പ് ഉണർന്നിരിക്കുന്ന ആളുകൾക്ക് മസ്തിഷ്കം തുറന്നു കിട്ടും, തലച്ചോറ് തുറന്നു കിട്ടും. തലച്ചോറ് തുറക്കണം, ഇവിടെ തുറന്നു കിട്ടണം. ഇവിടെ തുറന്നാൽ ഓരോന്നിലും നമ്മൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഈ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് പുതിയൊരു ലോകമൊന്നും വേണ്ട, ഇവിടെ തന്നെ. ഇവിടെ ഇപ്പം നമ്മളക്കപ്പുറം ദീനുള്ള ഒരാൾ വന്നാൽ നമ്മൾ കാണുന്നതല്ല കാണുക, അയാൾക്കപ്പുറം ദീനുള്ള ഒരാൾ വന്നാൽ അയാൾ കാണുന്നതുമല്ല കാണുക. കലപ്പയും കൈക്കോട്ടും കാളയം കൊണ്ട് വയലിൽ പോകുന്ന കർഷകൻ അയാൾ നിലം ഉഴുതുന്നതും അവിടെ കൃഷി ചെയ്യുന്നതുമാണ് കാണുക. അതിനുശേഷമുള്ള കൊയ്ത്തിനെ അയാൾ മനസ്സിൽ സങ്കല്പിക്കും. കാള കാണുന്നത് മറ്റൊന്നാണ്. കാള കാണുന്നത് ഉച്ചവരെ ആ കാള നിലം ഉഴുതേണ്ടി വരുമല്ലോ എന്ന വിഷമത്തെയും അതിനുശേഷം കഴിക്കാൻ പോകുന്ന പുല്ലിനെ കുറിച്ചുള്ള സ്വപ്നത്തെയും കാണും. സഹായിക്കുന്ന കൂലിക്കാരൻ വൈകുന്നേരം വരെ പണിയെടുത്താൽ 600 650 കൂലി കിട്ടുമല്ലോ എന്ന് കാണും. ഇടയ്ക്കിടെ അയാൾ സൂര്യനിലേക്ക് നോക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് അയാളെ സമയം ബുദ്ധിമുട്ട് തീരും. കൂടെ വരുന്ന കുട്ടി ഇതൊന്നുമല്ല കാണുക. കൂടെ വരുന്ന കുട്ടി കാണുന്നത് അവിടെ അങ്ങിങ്ങായി അതിന് കളിക്കാൻ പറ്റിയ വല്ല വസ്തുക്കളുണ്ടോ, നല്ല മനോഹരമായ പൂവുണ്ടോ, ഇതൊക്കെ അവിടുത്തെ ചന്തപ്പെട്ട കാര്യങ്ങൾ ഇതാ കാണുക. ഓരോരുത്തരും ഓരോ സ്ഥലത്തും ഓരോന്നാ കാണുക. അള്ളാഹു മസ്തിഷ്കം തുറന്നു കൊടുക്കുന്ന ആളുകൾ എവിടെ ചെന്നാലും അവർ അള്ളാഹുവിനെ കാണും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് രാത്രി എണീറ്റിരിക്കണം. ഞാൻ നീട്ടുന്നില്ല, ചിന്തിക്കുക. ഈ 10 ദിവസവും രാത്രി എണീറ്റിരിക്കണം. ഈ 10 ദിവസവും വല്ലാത്ത ദിവസങ്ങളാണ്. ഈ ആഴ്ചയില് വെള്ളിയാഴ്ച രാവിന് പുറമെ ദുആക്ക് ഇജാബത്തുള്ള 2 രാത്രിയുണ്ട്. ഒന്ന് കഴിഞ്ഞു, ഒന്ന് വരാനുണ്ട്. ഒന്ന് ലൈലത്തുൽ ഊലാ മിൻ ലൈലത്തി മുഹറം, മുഹറത്തിന്റെ ആദ്യ രാത്രി എല്ലാ ദുആയും സ്വീകരിക്കും. മുഹറത്തിലെ ആദ്യത്തെ രാത്രി, ഫസ്റ്റ് രാത്രി വല്ലാത്ത രാത്രിയായിരുന്നു. കഴിഞ്ഞുപോയി. ഫസ്റ്റ് രാത്രി അത് വല്ലാത്ത രാത്രിയായിരുന്നു. കഴിഞ്ഞുപോയി. അത് വല്ലാത്തൊരു രാത്രിയാ. അതായത് ഈ കഴിഞ്ഞ ശനിയാഴ്ച അസ്തമിച്ച രാത്രി. ഈ കഴിഞ്ഞ ശനിയാഴ്ച അസ്തമിച്ച രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്തവർക്ക് കൈപൊക്കാം. അൽഹംദുലില്ലാഹ്, വലിയ ഭാഗ്യക്കാരാ. ഈ കൊല്ലം മുഴുവൻ അവർക്ക് ഭാഗ്യമുണ്ടോ? ഉറപ്പ്. ഇനി ഒരു ചാൻസ് കൂടിയുണ്ട്. നാളേക്ക് പുറമെ ഇനി ഒരു ചാൻസ് കൂടിയുണ്ട്. ആശുറാ വല്ലാത്ത രാത്രിയാ. ആശുറായിലെ നോമ്പ് നിർബന്ധമായിരുന്നു മുൻഗാമികൾക്ക്. ഞാൻ അവിടത്തേക്ക് വരാം, തിരിച്ചു പോരാണ്, പിന്നെ വരാം. ഈ 10 രാത്രികളും വളരെ പ്രധാനപ്പെട്ടതാണ്. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രാത്രികളൊക്കെ, അതായത് മഗ്രിബും ഇശായിലും ജമാഅത്ത് നിസ്കരിക്കാം. പിന്നെ പാതിരാത്രി കഴിഞ്ഞാൽ എണീക്കുക, അല്ലെങ്കിൽ സുഹൂറിൽ എണീക്കുക. സുഹൂർ എന്നാൽ അത്താഴ നേരം, അതായത് അവസാനത്തെ 2 മണിക്കൂർ. എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഈ ദിവസങ്ങളിൽ രാത്രികളിൽ ചെല്ലേണ്ട ദിക്ർ ഞാൻ പറഞ്ഞു തരാം. 1, ഈ ദിവസങ്ങളിൽ ഈ രാത്രികളിൽ അധികരിച്ചു രാത്രിയും പകലും ചെല്ലേണ്ട ദിക്റുകൾ 1. 1000 തവണ ചൊല്ലിയാൽ നല്ലത്. ഇങ്ങോട്ട് നോക്ക്. 1000 തവണ ചൊല്ലിയാൽ നല്ലത്. എന്താ ചൊല്ലേണ്ടത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين.
ഈ രാത്രികളിൽ, ഈ പകലുകളിൽ 1000 തവണ ഒരു ദിവസം ചൊല്ലിയാൽ നല്ലത്. കുറയുന്നതിന് വിരോധമല്ല, പക്ഷേ ഞാനൊരു അത്രയും പ്രധാനപ്പെട്ട ദിക്റാണ് ഈ സമയത്ത്. ആര് ചൊല്ലി? എല്ലാ നബിയും ചൊല്ലി. എല്ലാ നബിയും. ഒന്ന് ആദം. ഈ സമയത്ത് ഈ ദിക്ർ ചൊല്ലിയ ഒരാൾ സയ്യിദുനാ ആദം. എല്ലാ നബിയും ചൊല്ലിയിട്ടുണ്ട്. ഒന്ന് എല്ലാ നബിയും ചൊല്ലിയതാണ് ഈ സമയത്ത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു യൂനുസ്. ഒരഭിപ്രായം 40 ദിവസം. അതാണ് പ്രധാന അഭിപ്രായം. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടത് ദുൽഹജ്ജ് 1-ന്, രക്ഷപ്പെട്ടത് മുഹറം 10-ന്. അപ്പോൾ 40 ദിവസം. ഇരുട്ടിൽ വിളിച്ചു പറയേണ്ടി വന്നു. ഇരുട്ട് എന്ന് പറഞ്ഞാൽ അലയാഴി ഇരുട്ടാണ്. പിന്നെ മത്സ്യത്തിന്റെ വയറ്. അപ്പോൾ ഇരുട്ടിന്റെയും ഇരുട്ട്. സമുദ്രത്തിന്റെ ഇരുട്ടിനെ പറ്റി പറഞ്ഞ ആയത്ത് ഇങ്ങനെയാ: സമുദ്രത്തിന്റെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇരുട്ടാണ്. അലയാഴി, നടുക്കടൽ എന്ന് പറഞ്ഞാൽ കറുകറുത്ത വെള്ളാണ്. തൊട്ടടുത്ത് മേഘം ഇങ്ങനെ നിൽക്കും. പിന്നെ അലയാഴി, വെള്ളം തന്നെ കറുപ്പ്. പിന്നെ അതിനടിയിൽ ഇരുട്ട്. പിന്നെ മത്സ്യത്തിന്റെ ഇരുട്ട്. അതിൻ്റെ ഉള്ളിൽ ഇരുന്നു 40 ദിവസം. وظنوني ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات ഇരുട്ടുകളിൽ വിളിച്ചു പറയേണ്ടി വന്നു. എന്താ ഇരുട്ടുകളിൽ വിളിച്ചു പറയേണ്ടി വന്നത്? അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നിങ്ങളെ ഒരു സെക്കൻഡ് അതൊന്ന് സങ്കല്പിച്ച് നോക്ക്. ഒന്ന് അലയാഴി എന്ന് പറഞ്ഞാല് വല്ലാത്ത കോച്ചുന്ന തണുപ്പാ. വെള്ളത്തിൽ തൊട്ടുപോയാൽ ആ സമയത്ത് ഐസായി പോകും. അത്രയും നമുക്ക് സഹിക്കാൻ കഴിയില്ല. അത്രയും മരവിപ്പുള്ള തണുപ്പാണ്. എവിടെ? കടലിനടിയിലും ഭയങ്കര തണുപ്പാണ്. എന്നിട്ട് മത്സ്യത്തിന്റെ വയറ്. അവിടെ 40 ദിവസം ഒരു മനുഷ്യൻ കഴിഞ്ഞിട്ട് ആ മനുഷ്യന് ഒരു പ്രയാസം ഉണ്ടായില്ല. അള്ളാഹു രക്ഷപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ചിന്തിക്കുക. എന്തുകൊണ്ട്? അയാളുടെ നാവിൽ ഒരു വാക്കുണ്ടായിരുന്നു. എന്ത്? വല്ലാത്ത ആയത്താണത്. വല്ലാത്തൊരായത്താണത്. فلولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم. അല്ലാഹുവിന്റെ ഒരു നിഅമത്ത് അദ്ദേഹത്തിന് കിട്ടി. ഇല്ലെങ്കിൽ ലനുബിദ, അദ്ദേഹത്തെ എറിയപ്പെടേണ്ടതായിരുന്നു. ബിൽ അറാഇ, ഏതെങ്കിലും ശൂന്യമായ കടൽക്കരയിൽ. വഹുവ മദ്മൂം, നിന്ദ്യനായി. സൂറത്തുൽ ഖലം
ആദ്യം ഓതിയ ആയത്ത് സൂറത്തുൽ അംബിയ, ഇപ്പോൾ ഓതിയത് സൂറത്തുൽ ഖലം, ഖലമിന്റെ ലാസ്റ്റ് ഉണ്ട് ആയത്ത്. فلولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم. അല്ലാഹുവിന്റെ ഒരു നിഅമത്ത് അദ്ദേഹത്തിന് ലഭിച്ചു. ഫലൗലാ അൻ തദാറകഹു നിഅമത്തും മിൻ റബ്ബി, ആ നിഅമത്ത് അദ്ദേഹത്തിന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ലനുബിദ, അദ്ദേഹത്തെ എറിയപ്പെടേണ്ടതായിരുന്നു, ബിൽ അറാഇ, ഏതെങ്കിലും ശൂന്യമായ കടൽക്കരയിൽ, വഹുവ മദ്മൂം, നിന്ദനായി. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് ലഭിച്ചു. ആ നിഅമത്ത് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും കടൽക്കരയിൽ അയാൾ നിന്ദനായി എറിയപ്പെടേണ്ടതായിരുന്നു. ഏതാ നിഅമത്ത്? അങ്ങനെ പറഞ്ഞേക്ക്. എന്താ നിഅമത്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതാ നിഅമത്ത്. ആ നിഅമത്ത് അദ്ദേഹം അങ്ങോട്ട് രാവും പകലും നാവിലും ചുണ്ടിലും അങ്ങോട്ട് ഉപയോഗപ്പെടുത്തി. ഇല്ലെങ്കിൽ ഏതെങ്കിലും കടൽക്കരയിൽ, ശൂന്യമായ കടൽക്കരയിൽ നിന്ദനായി അയാൾ എറിയപ്പെടേണ്ടതായിരുന്നു. നുബിദ എന്ന വാക്കാണ് അതിനെ ഖുർആൻ കൊണ്ടുവന്നത്. സത്യത്തിൽ എറിയുന്നതിന് നുബിദ എന്നല്ല പറയുക, റുമിയ എന്നാണ്. ഞാൻ അല്പം ഗ്രാമർ പറയാം, നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഇരിക്കണം, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. മനസ്സിലാവുണ്ട പറഞ്ഞത്? എറിയപ്പെടേണ്ടതായിരുന്നു എന്നതിന് അറബിയിൽ പറയേണ്ട വാക്ക് നുബിദ എന്നല്ല, റുമിയ എന്നാണ്. പിന്നെ നുബിദ എന്ന് പറഞ്ഞത് നബിദ്, റമിയ് എന്ന രണ്ട് ഏറിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ മുന്നിൽ ഇരുന്ന് ഒരാൾ ഉറങ്ങുന്നുണ്ടെന്ന് സങ്കല്പിക്കണമെന്നില്ല, ചില ആളുകളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവനെ നോക്കിയിട്ട് കണക്കാക്കിയിട്ട് മുന്നിലിരുന്ന് ഒരുത്തൻ ഉറങ്ങുന്നുണ്ടെന്ന് സങ്കല്പിക്കൂ. ഞാൻ അവനെ നോക്കിയിട്ട് കൃത്യമായിട്ട് ഒറ്റ ഏറെറിഞ്ഞാൽ അതിന് റുമിയ എന്ന് പറയും. അതായത് കൃത്യത നോക്കി എറിയുക, അതിന് റമിയ് എന്ന് പറയും. എന്നാൽ ഒരാൾ ബീഡി ചുണ്ടിൽ വെച്ച് തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഒരസി കത്തിച്ച് സിഗരറ്റിന് തീ കൊടുത്ത് ഇതിന് നുബിദ എന്ന് പറയും. ഭയങ്കര എവിടെ ചെന്ന് വീണാലും വേണ്ടില്ല. അവസാനം ബീഡി ആഞ്ഞാഞ്ഞ് വച്ച് കൈ പൊള്ളുമെന്നാവുമ്പോ സിഗരറ്റിന്റെ കുറ്റിയെറിയും. അതും റുമിയല്ല, നുബിദ, നിസ്സാരമായി എറിയുക. എന്ന നരകത്തിലേക്ക് മനുഷ്യനെ അലക്ഷ്യമായി എറിയുക. ഏതെങ്കിലും കടൽക്കരയിൽ അലക്ഷ്യമായി അയാൾ എറിയപ്പെടേണ്ടതായിരുന്നു. ഒരു നിഅമത്ത് അയാൾ ഉപയോഗപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ. ഏതാ നിഅമത്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എന്താ അതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധ്യനില്ല. സുബ്ഹാനക, നീ പരിശുദ്ധൻ. ഞാനോ ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമി. നീ പരിശുദ്ധൻ, ഞാൻ അക്രമി. അങ്ങനെ പറയുന്നത് അല്ലാഹു ഭയങ്കര ഇഷ്ടമാണ്. അടിമയുടെ നിസ്സാരത്വത്തെ അംഗീകരിക്കുക, അടിമ ഉടമക്കാരനെ മഹത്വപ്പെടുത്തുക, അല്ലാഹു ഭയങ്കര ഇഷ്ടമാണ്. അവസാനത്തെ പൂർണ്ണാധ്യായം സൂറത്തു നസ്റാണ്. പുണ്യ നബിയോട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനും തന്നെ നിസ്സാരപ്പെടുത്താനുമാണ് പറഞ്ഞത്. നിങ്ങളിന്റെ കൂടെ ഇരിക്കണം. അവസാനത്തെ പൂർണ്ണാധ്യായം ഏതാ?
ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അവസാനത്തെ പൂർണ്ണാധ്യായമാണ് ഈ അധ്യായം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൂർണ്ണാധ്യായം ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല. ഖുർആനിൽ പിന്നെ ഒറ്റപ്പെട്ട ആയത്തുകളെ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ പൂർണ്ണാധ്യായം സൂറത്തുൻ നസ്റാണ്. ഇദാ ജാഅ ഓത് എന്റെ കൂടെ ഓത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. അതിന്റെ അവസാനത്തെ കൽപ്പന കണ്ടോ? ഫസബ്ബിഹ്, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക, പരിശുദ്ധനാക്കുക, ബിഹംദി റബ്ബിക, അല്ലാഹുവിനെ പ്രശംസിക്കുക, വസ്തഗ്ഫിർഹു, നീ അല്ലാഹുവിനോട് താങ്കൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. അതായത് അല്ലാഹുവിനെ വണ്ണപ്പെടുത്താനും മഹത്വപ്പെടുത്താനും താൻ പൊറുക്കലിനെ തേടുമ്പോൾ തന്നെ നിസ്സാരപ്പെടുത്തല്ലേ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവിനെ തസ്ബീഹ് ചെല്ലുക, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക. ബിഹംദി റബ്ബിക, അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ പ്രശംസിക്കുക. വസ്തഗ്ഫിർഹു, താങ്കൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക. താങ്കൾ പുറത്തു തരണേ എന്ന് പറയുമ്പോൾ താങ്കൾ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്സാരപ്പെടുക, അള്ളാഹുവിനെയോ മഹത്വപ്പെടുത്തുക. ഇതന്നെയാണ് എന്ത്? എന്താ ഇരുന്ന് ഉറങ്ങണത്? വന്നിട്ട് ഉറങ്ങാനുള്ള നേരായിട്ടില്ലല്ലോ. ഇത് തന്നെയാണ് എന്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നല്ല ഉഷാറിലിരുന്നാൽ ഞാൻ കുറച്ച് രഹസ്യങ്ങൾ പറഞ്ഞുതരാം. ഇത് രഹസ്യ വിജ്ഞാനാണ് ഈ പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ എല്ലാവരും ചെയ്യേണ്ട ദിക്റാണ്. 1000 വട്ടം ചെയ്യാൻ കഴിഞ്ഞാൽ ചെയ്യുക. അതൊക്കെ എളുപ്പമാണ്, അതൊക്കെ ഈസിയാണ്. 1000 തവണയൊക്കെ എളുപ്പമാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. ഇതിനെ അല്ലാഹു തആല സൂറത്തുൽ ഖലമിൽ എന്തെന്നാ പറഞ്ഞത്? ഈ വാക്കിനെ അല്ലാഹു തആല സൂറത്തുൽ ഖലമിൽ എന്തെന്നാ പറഞ്ഞത്? അല്ലാഹുവിന്റെ മഹത്തായ നിഅമത്ത്. നിങ്ങൾ ഉറങ്ങി. ഒരു മഹാ നിഅമത്ത് യൂനുസിന് ലഭിച്ചു. ആ നിഅമത്തിനെ യൂനുസ് ഉപയോഗപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ കടൽക്കരയിൽ നിന്യനും ശൂന്യമായ കടൽക്കരയിൽ നിന്യനായി അലക്ഷ്യമായി യൂനുസിനെ എറിയപ്പെടേണ്ടതായിരുന്നു. ഒരു നിഅമത്ത് ഉപയോഗപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ. ഏതാ നിഅമത്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നാണ് നിഅമത്ത് എന്ന് സൂറത്തുൽ അംബിയായിലുണ്ട്. ആദ്യം ഓതിയത് സൂറത്തുൽ അംബിയാ, പിന്നെ ഓതിയത് സൂറത്തുൽ ഖലം. രണ്ടും യൂനുസാണ് അലൈഹിസ്സലാം. ശ്രദ്ധിക്കേ. അപ്പോൾ ഇത് രാവും പകലും തന്നെ, അതായത് മനസ്സിൽ വെക്കുക, നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയാണ്. അള്ളാഹുവിനെ ചിന്തിക്കാനും അള്ളാഹുവിനെ പറയാനും മാത്രമാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. അതാണ് നമ്മുടെ ലക്ഷ്യവും. നമ്മളൊക്കെ കുറ്റവാളികളാണ്. എന്താ കുറ്റം? കുറ്റം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ചിന്തയിൽ വീഴ്ച വരുത്തൽ തന്നെ കുറ്റാണ്. ഈ കുറ്റം എന്ന് പറഞ്ഞാൽ പല സൈസ് കുറ്റുണ്ട്. നല്ലവർക്ക് നിസ്സാരം കുറ്റാണ്. ഇപ്പൊ പള്ളിയിലേക്ക് ഇടതുകാല് വെച്ച് കയറിയെന്ന് സങ്കല്പിക്ക്. നല്ലൊരു മനുഷ്യന് ആ ദിവസം മുഴുവനും വിഷമായിരിക്കും. നല്ലോന്, മോശപ്പെട്ടവന് ഒരാളെ കൊന്നാൽ പോലും വിഷമായി തോന്നൂല്ല. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ആദ്യം ഇവിടെ ഉണ്ടാകണം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉണ്ട് എന്ന് പറയഷ്ട, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയഷ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ കുറ്റവാളികളാണ്. നമ്മൾ കുറ്റവാളിയെന്നാ. എന്താ കുറ്റം? നമ്മളെ ഏൽപ്പിച്ചതിൽ നിന്ന് പുറകോട്ട് പോവുക. എന്തിനാ ഏൽപ്പിച്ചത്? സദാസമയവും ആരുടെ ചിന്തയിലാവുക? അല്ലാ. ഞാനൊരു കാര്യം പറയട്ടെ മനുഷ്യരെ, കക്കൂസിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഉഫ്രാനക്കൽ ഹംദു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്താ? വയറ്റിൽ നോക്കുന്നത് ഹറാമാണോ? മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇല്ല.
നിങ്ങൾ കളമശ്ശേരിക്കാരെ ഇവിടെ ഇല്ല. അപ്പോ നിങ്ങൾ ആദ്യം ഒന്നും ഉണ്ടാവുക, നീ ഒന്നും ഉണ്ടാവുക. എടോ, കക്കൂസ് നിന്ന് ഇറങ്ങി വരുമ്പോൾ പറയുന്നത് ആദ്യം ഓഫ്രാനക്കൽ ഹംദു, പടച്ചോനെ പൂർത്തിയരണേ, നിനക്കാണ് സർവസ്തുതിയും. എവിടെയും അൽഹംദുലില്ലാ. കക്കൂസ് നിറങ്ങിയാൽ ഓഫ്രാനക്ക. എന്ത്? എന്താ? മൂത്രിക്കുന്നത് ഹറാമാണോ? പൂർത്തിയരണേന്നറിയാൻ വയറ്റിൽ ഉള്ള വൃത്തികേട് കളയുന്നത് ഹറാമാണോ? ഒന്ന് പറ ഇഷ്ടന്മാരെ. പിന്നെന്തിനാ കക്കൂസ് നിറങ്ങി വരുമ്പോൾ പൂർത്തിയരണേന്ന് പറഞ്ഞത്? കുറച്ച് നേരം അള്ളാഹു എന്ന ചിന്ത അവിടെ പാടില്ല. അപ്പോൾ നമ്മുടെ സമയത്തിൽ നിന്ന് കുറഞ്ഞ സമയം അള്ളാഹിന്റെ ചിന്ത ഒഴിവാക്കേണ്ടി വന്നു. കുറ്റാണത്. കുറ്റമല്ലെങ്കിലും കുറ്റമാണ്, കുറ്റം അല്ലെങ്കിലും കുറ്റമാണ്. കുറ്റല്ല എന്നാ കുറ്റാണ്, എന്നാ കുറ്റാണോ? കുറ്റല്ല എന്നാ കുറ്റമല്ലേ? ആണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആളുടെ പൊസിഷൻ അനുസരിച്ച് കുറ്റത്തിന്റെ അളവിൽ വ്യത്യാസം വരും. വലഭാഗത്തേക്ക് തുപ്പിയാൽ സ്വാലിയായ മനുഷ്യൻ അത് വിഷമാണ്, സൈക്കൂലാണ്. കാരണം റഹ്മത്തിന്റെ മലക്കൾ ഇരിക്കുന്ന ഭാഗമാണ്. അന്നത്തെ ദിവസം പോയി. എന്നാൽ ആയുസ് മുഴുവൻ തുപ്പിയത് എവിടേക്കെന്ന് ചിന്തിക്കാത്തവരുണ്ടാവും. അവന് വലഭാഗത്ത് ഇരുന്നിട്ട് മൂത്രിച്ചാലും കാട്ടിച്ചാലും പ്രശ്നമാകൂല, തുപ്പുന്ന പിന്നല്ലേ. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മൾ ആരാ? നമ്മൾ ഒരു നിലക്ക് ജിബ്രീലിന്റെ മേലെയാ അലൈഹിസ്സലാം. നമ്മൾ ജിബ്രീലിന്റെ മേലെയാ. എന്തുകൊണ്ട്? ഇന്ന മൻസിലത്തൽ മുഅ്മിനി ഇൻദല്ലാഹ് അഅ്ളമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖർറബി. വഇന്ന മൻസിലത്തൽ മുഅ്മിനി ഇൻദല്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ കളമശ്ശേരിയിലോ മുത്തേടത്തോ കാലത്തേതെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ജീവിക്കുന്ന, ഏത് കാലത്തും ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ അഅ്ളമു, മഹാസ്ഥാനമാണ്, മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖർറബി, ഒരു മുഖർറബായ മലക്കിന്റെ സ്ഥാനത്തേക്കാൾ, മുഖർറബായ മലക്കിന്റെ സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനമാണ്. ആരുടെ സ്ഥാനം? പറ പറ, ആരുടെ സ്ഥാനം? ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം. അപ്പോൾ പിന്നെ അവന് വല്ലാത്ത വിഷയാണ്. ചെറിയത് സംഭവിച്ചാൽ പോലും സഹിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കുറ്റവാളികൾ തന്നെയാണ്. നമ്മൾക്ക് അള്ളാഹു കൽപ്പിച്ച സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിനെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെ കുറ്റം. ലാ ഇലാഹ. പറ പറ, എന്താ കുറ്റം? കുറ്റം ഇത് തന്നെ, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഹറാമ് ചെയ്തതോ അതൊന്നും പറയുന്നില്ല, അതൊന്നും പറയുന്നില്ല. ഇത് തന്നെ കുറ്റം. നമ്മുടെ സ്ഥാനം എന്താ? നമ്മൾ ആരാ? യൂളഉ ലഹു മനാബിറു മിൻ നൂരിൻ വഹും യജ്ലിസൂന അലൈഹാ വന്നാസു ഫിൽ ഹിസാബ്. ശിരസ് മുതൽ കാൽപാദം വരെ പ്രകാശിച്ചുകൊണ്ടാണ് മുഅ്മിൻ ഖബറിൽ നിന്ന് എണീക്കുക. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, اللهم اجعلنا منهم، 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 اللهم اجعلنا منهم بمحض فضلك يا اكرم الاكرمين ويا اجود الاجودين ويا ارحم الراحمين. ശിരസ് മുതൽ കാൽപാദം വരെ പ്രകാശിച്ചുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യൻ ഖബറിൽ നീക്കുക. സ്ഥാനം എത്രയാ നിങ്ങൾ വിചാരിച്ചത്? എന്തെങ്കിലും വിചാരിച്ചത്? പ്രകാശം അങ്ങനെ ഖബറിൽ നിന്ന് എണീറ്റ് മാശറയിലേക്ക് ഓടും. ആര്? മുഅ്മിൻ. കേൾക്കണേ കേൾക്കണേ. മറ്റവൻ ഒരു ഇതികർത്തവ്യ മൂഢനെ പോലെ നിൽക്കും. ആര്? മുനാഫിഖും ഫാസിഖും കാഫിറും. അല്ലാഹു അവരെ കൂട്ടത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഈ ഓടുന്നതിനെ ഖുർആൻ ഒരു സ്ഥലത്ത് വർണ്ണിച്ചത് എങ്ങനെയാണെന്നറിയോ? ഓടുന്നത് മഹ്ശറിലേക്ക് ഖബറിൽ നിന്ന് എണീറ്റിട്ട് മുഅ്മിൻ ഓടുന്നതിനെ ഖുർആൻ വർണ്ണിച്ചത് എങ്ങനെയാണെന്നറിയോ? യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം. ഇങ്ങനെ പ്രകാശഗോളങ്ങൾ, പ്രകാശം ഇങ്ങനെ ഓടുന്നത് പോലെ
നോക്കി നിൽക്കുന്ന ഒരാൾക്ക് തോന്നും ഒരു പ്രകാശം, ഒരു കൊള്ളിയാൻ മിന്നിയോ. ഒരു പ്രകാശം ഇങ്ങനെ ഓടും, ഖബറിൽ നിന്ന് ഇങ്ങനെ ഓടും പ്രകാശം. ആരാണ് ഈ ഓടുന്നത്? മുഅ്മിൻ. അവന്റെ ഇവിടം മുതൽ ഇവിടം വരെ പ്രകാശിക്കാണ്. അങ്ങനത്തെ സ്ഥാനമില്ലേ? അതിനോട് നമ്മൾ താദാത്മ്യപ്പെടണ്ടേ? ആ സ്ഥാനത്തിന് നമ്മൾ അതിന് വില കൽപ്പിക്കാതെ നമ്മൾ ചെയ്തതെല്ലാം കുറ്റല്ലേ? ആ സ്ഥാനത്തിരിക്കുമ്പോൾ കമ്പനിയുടെ മാനേജറായിട്ട് 1.5 ലക്ഷം ശമ്പളം വാങ്ങുന്ന മാനേജറെ സംബന്ധിച്ചിടത്തോളം അവന് കായലരികത്ത് പാട്ടും പാടി പേടി കുറ്റി വിളിച്ച് നടക്കാൻ പറ്റുമോ? മനസ്സിലായില്ല? ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറ ഇഷ്ടന്മാരെ, മനസ്സിലായോ? ഒരു കമ്പനിയുടെ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിട്ട് നിൽക്കുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട മാനേജർ അടുത്ത കടയിൽ പോയി ഇരുന്ന് ആ കൊഴിഞ്ഞ കസേരയിൽ ഇരുന്നിട്ട് ഒരു ബോണ്ടയും ചായയും കുടിച്ച് കായലരികത്ത് പാട്ടും പാടി ഇരിക്കാൻ പറ്റുമോ? എന്നാ ബോണ്ട തിന്നുന്നത് ഹറാമാണോ? പറ, ആണോ? അല്ല. ഇത് ഇവന്റെ അവസ്ഥയോട് യോജിക്കൂല. ഇവന്റെ ചിന്തയിൽ സദാസമയവും കമ്പനി ആയിരിക്കണം. പ്രത്യക്ഷത്തിൽ അവനൊരു പണിയും ഉണ്ടാവില്ല, എന്നാൽ അവിടെയുള്ള എല്ലാ പണിയും ഇവന്റെ തലേന്നായിരിക്കും. ഇവൻ AC റൂമിൽ ഇരിക്കുമ്പോഴും ഇവന്റെ തലയിൽ ചൂടായിരിക്കും. മറ്റേ തൊഴിലാളി വൈകുന്നേരം 600 രൂപ വാങ്ങുന്ന തൊഴിലാളി വെയിലത്ത് പണിയെടുക്കുമ്പോഴും അവന്റെ മനസ്സിൽ തണുപ്പായിരിക്കും. കാരണം ഇവൻ അത്ര വലിയ സ്ഥാനമുള്ളവനാണ്, വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തോട് അടുക്കാതിരിക്കൽ തന്നെ കുറ്റമാണ്. അപ്പോൾ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ കുറ്റവാളിയാണ്. മരിക്കാൻ നേരത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ മരിക്കാൻ നേരത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചെന്ന് നോക്കിയപ്പോൾ കരയുകയാണ്. കരയന്നെ. അപ്പോൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പോൾ പറഞ്ഞ്, ഞാൻ എൻ്റെ ദോഷം ഓർത്ത് കരയുകയാണ്. എന്താ ദോഷം? ഒരു ദോഷമല്ല. പിന്നെന്താ? ഒരു സെക്കൻഡ് അള്ളാഹു എന്ന ചിന്ത വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കത് ദോഷമാണ്. ചിന്തിക്ക്. അപ്പോളേ മുഹറമിന്റെ ഈ സന്ദർഭത്തിനെ ഉപയോഗപ്പെടുത്തണം. എല്ലാ നബിമാരും ഈ സമയത്ത് ചൊല്ലിയതാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പാഠം നമ്പർ 1. പാഠം നമ്പർ 2. എല്ലാ ദിവസവും അള്ളാഹ് ആ വർഷത്തെ മൊത്തം റഹ്മത്തിന് വേണ്ടി 1000 തവണയെങ്കിലും അള്ളാഹുവോട് യാ അർഹമർ റഹീമീൻ എന്ന് ചൊല്ലുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. വെറുതെ ചൊല്ലുക, ഒന്നും വേണ്ട. അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് ഈ വാക്ക്. يا أرحم الراحمين 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 يا أرحم الراحمين. ഇങ്ങനെ ചൊല്ലുക. 1000 വട്ടെങ്കിലും ചുരുങ്ങിയത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടം, വല്ലാത്ത ഇഷ്ടം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം റഹ്മത്താണ്. ഒരു വർഷത്തിൽ ഒരു വർഷം തുടങ്ങുമ്പോൾ അടിമക്ക് ആവശ്യം റഹ്മത്താണ്. ഉടമക്കാരൻ നൽകുന്നതും റഹ്മത്താണ്. റഹ്മത്തിന്റെ അർത്ഥം എന്താന്ന് എനിക്കറിയൂല. റഹ്മത്തിന് എന്താ അർത്ഥം പറയേണ്ടത് എനിക്കറിയൂല. നമ്മൾ ചില അർത്ഥങ്ങൾ കണ്ടെത്തിയ പിന്നെ തിരുത്തും. അങ്ങനത്തെ ഒരു പദമാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റഹ്മത്ത്. റഹ്മത്തിൻ്റെ അർത്ഥം കരുണ എന്നാണോ? അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? കരുണ അർഹിക്കാത്തവർക്കും റഹ്മത്ത് നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ റഹ്മത്ത് എങ്ങനെയാ കരുണയാവുക? നിങ്ങളിവിടെ ഇല്ല, നിങ്ങളിവിടെ ഉണ്ടോ? ഇല്ല.
അങ്ങനെ ഉണ്ടായാൽ പോരാ, മനസ്സുകൊണ്ടുണ്ടാവണം. അതായത് ഇബ്ലീസിന് അള്ളാഹു റഹ്മത്ത് നൽകും. റഹ്മത്ത് കൊണ്ടാണ് ഇബ്ലീസ് ജീവിക്കുന്നത്. ആരുടെ റഹ്മത്തുണ്ട്? അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട്. അർഹമുർ റാഹിമീനായ റബ്ബ് ആർക്കും റഹ്മത്ത് ചെയ്യും. പറ ഇബ്ലീസും. എന്നാൽ അവൻ കരുണ അർഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ റഹ്മത്തിന്റെ അർത്ഥം എനിക്കറിയില്ല. റഹ്മത്ത് സമം റഹ്മത്ത്, അതിന് അർത്ഥം ഉണ്ടാവില്ല. ചിലതിനൊന്നും നമ്മൾ വിചാരിച്ച അർത്ഥമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയലാവും നല്ലത്. അങ്ങനെയാണ്. നമ്മൾ ഈ ആധാരം എഴുത്തേര് വസിയത്ത് എന്ന് പറയും. സത്യത്തിൽ വസിയത്ത് എന്ന അറബി പദം ലോപിച്ചാണ്. മനസ്സിലായില്ലേ? അതിന് കൃത്യമായൊരു മലയാള പദം ഇല്ലാത്തത് കൊണ്ട് അവരും കൊണ്ടുവന്നിട്ട് എന്താക്കിയത്? വസിയത്തിനെ വസിയത്തിനാക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആധാരം നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങളെ നാട്ടിൽ ആധാരങ്ങളുണ്ടാ? പഴയ കാലത്തെ ആധാരം, പഴയ കാലം ഒക്കെ ഉള്ള പഴയ ആധാരങ്ങളിൽ കാണാം വസിയത്ത് എന്ന് എഴുതും ഈ ആധാരം എഴുത്തുകാർ. എന്തുകൊണ്ട്? വസിയത്ത് എന്ന അറബി പദത്തിന് കൃത്യമായൊരു മലയാള പദം ഇല്ല. അപ്പതും അങ്ങനെ തന്നെയാണ് മലയാളീകരിച്ചു. എന്നതുപോലെ റഹ്മത്ത് സമം റഹ്മത്താണ്. റഹ്മത്തിൻ്റെ അർത്ഥം അറിയൂല. അത് കരുണയാണെങ്കിൽ കരുണയാണ്, കരുണയല്ലെങ്കിൽ കരുണയല്ല. എന്താണത്? അല്ലാഹു ആലം. റഹ്മത്ത് റഹ്മത്താണ്. വർഷം തുടങ്ങാണ്, അടിമക്ക് ആവശ്യം റഹ്മത്താണ്. ഒരു വർഷം കഴിഞ്ഞു, അടിമക്ക് ആവശ്യം, അതും റഹ്മത്താണ്. കഴിഞ്ഞ ദോഷങ്ങളെ പുറത്തേറാണ്. പുതിയ വർഷത്തിൽ റഹ്മത്ത് കിട്ടണം. അതിനാണ് എന്ത് പറയേണ്ടത്? യാ അർഹമർ റഹീമീൻ. ഒരു പ്രാർത്ഥനയുടെ അവസാനം 3 വട്ടം യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന സ്വീകരിക്കും. മനസ്സിലായില്ല? ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് ആ പ്രാർത്ഥനയുടെ അവസാനം എന്ത് പറയാം? യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ പദം അള്ളാഹു വലിയ ഇഷ്ടമാണ്. യാ അർഹമർ റഹീമീൻ, റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും റഹ്മത്ത് ചെയ്യുന്നവനെ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഭാഗം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനിയുണ്ട് പേന മടക്കി വെക്കേണ്ട എഴുതേണ്ട ആളുകൾക്ക് ഇനിയും ഞാൻ പറഞ്ഞുതരാം. ഇനിയുണ്ട്. ഈ സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. യാ അർഹമർ റഹീമീൻ ആവർത്തിച്ച് ചൊല്ലുക. രാത്രിയും പകലും 1000 തവണയൊക്കെ ചൊല്ലാൻ കഴിഞ്ഞാൽ വലിയ നല്ല കാര്യമാണ്. യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് ശരിക്ക് ഇരുന്നിട്ട് ചൊല്ലാൻ ഒരു 30 മിനിറ്റ് ഏറെ വന്നാൽ ഒരു 25-30 അത്ര മിനിറ്റ് അത്ര വേണ്ടി വരുള്ളൂ. തഹജ്ജുദ് നിസ്കരിച്ച് ഒറ്റ ഇരുന്നിട്ട് അങ്ങനെ ചൊല്ലിയാൽ അത് മതിയാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശരി, മൂന്നാമത്തെ കാര്യം, ഈ സമയത്ത് ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. ഈ സമയത്ത് ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, ഈ മുഹറം ആശുറാഇനോട് അനുബന്ധിച്ചിറങ്ങിയ ഒരു ആയത്തുണ്ട് ഖുർആനിൽ. ആ ആയത്തിനെ ആവർത്തിച്ച് ചൊല്ലുന്നത് ഈ സമയത്ത് നല്ലതാണ്. ഏതാ? ഇസ്ലാം പൂർത്തിയായതിനു ശേഷം ഇറങ്ങിയ ഒരു ആയത്തുണ്ട്. ഇസ്ലാം പൂർത്തിയായത് ദുൽഹജ്ജ് 9-നാണ്. പുണ്യ റസൂൽ അന്ന് അറഫയിലാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം പൂർത്തിയാക്കിയ ആയത്താണത്. അതിറങ്ങിയത് ദുൽഹജ്ജ് 9-നാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് മുഹറം 10-ന് ഇറങ്ങിയ ആയത്ത് കേൾക്കണോ നിങ്ങൾക്ക്? ആ ആയത്ത് ഈ 10 ദിവസവും ആവർത്തിക്കുന്നത് നല്ലതാണ്. അറിയോ ഏതാ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ 100 വട്ടം, ആശുറാഇന് 1000 വട്ടം. ആശുറാഇന്
ഈ ആയത്ത് 1000 തവണ ഓതിയ ആളുകൾക്ക് ആ വർഷം റഹ്മത്തും അള്ളാഹിന്റെ മഗ്ഫിറത്തും അഫ്വും ഉറപ്പിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കേ, ലഖദ് ജാഅകും ഏതാ സൂറത്ത് മുഹറം 10-നോടനുബന്ധിച്ചിറങ്ങിയ ആയത്താണിത്. ഇസ്ലാം പൂർത്തിയായതിനു ശേഷം മുഹറം 10-നോടനുബന്ധിച്ചിറങ്ങിയ ആയത്താണിത്. ഏതാ സൂറത്ത് തൗബ. അതുകൊണ്ട് ബിസ്മില്ലാ അഊദു ആദ്യത്തെ തവണ മാത്രം ചൊല്ലിയാലും മതി. أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ആശുറയിൽ നിന്ന് 1000 വട്ടം. ആ വർഷം ഒരുപാട് ഖൈറുണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞങ്ങളോട് ഇത് പറഞ്ഞില്ലേ? നിങ്ങൾ സമ്മതിക്ക്. ഞങ്ങളോട് പറഞ്ഞില്ലേ? ഞങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ലേ? ഇനി നിങ്ങളെ ബാധ്യതയാ. ഇത്ര നല്ല നിങ്ങൾ ചിരിക്കും പോലെയല്ല കേട്ടോ സംഗതി. ഇതിന്റെ രഹസ്യം ഞാൻ മുഴുവനാണ് പറഞ്ഞാൽ നിങ്ങളെ കണ്ണ് തള്ളിപ്പോവും. പിന്നെ രഹസ്യങ്ങൾ എല്ലായിടത്തും പറയുന്നതിൽ ഖൈറില്ല. അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. മുഹറം 10 1000 തവണ ഒരാൾ ലഖദ് ജാഅകും എന്ന ആയത്ത് പൂർത്തിയാക്കിയാൽ അയാൾക്ക് ആ വർഷം ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഖൈർ അറ്റല്ല. ആ വർഷം അയാൾക്ക് കണ്ണീർ ബാധിക്കുകയില്ല. ആ വർഷം അയാൾക്ക് സിഹർ ബാധിക്കുകയില്ല. ആ വർഷം അയാൾക്ക് ദുർമരണം സംഭവിക്കുകയില്ല. മനസ്സിലായില്ല? അതായത് ഈ ആശുറായിനെ ഈ ആയത്ത് 1000 തവണ ഓടുന്നവർക്ക് ലഭിക്കുന്ന രഹസ്യ വിജ്ഞാനങ്ങളെ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ കണ്ണ് തള്ളിപ്പോകും. ആ രഹസ്യങ്ങൾ എല്ലായിടത്തും പറയുന്നതിൽ ഖൈറില്ല. നമ്മളൊരു ഖുർആന്റെ പണിയെടുക്കുമ്പോൾ ചില രഹസ്യ വിജ്ഞാനങ്ങൾ ഇത് സംബന്ധമായി നമുക്ക് തുറന്നു കിട്ടും. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. ഒന്ന്, ഈ ആയത്തെ ആശുറായിനെ 1000 തവണ ചൊല്ലുന്നവർക്ക് ആ വർഷം കണ്ണീർ ബാധിക്കുകയില്ല. ഇനി കണ്ണീറിനെ പറ്റി എന്താ പുണ്യ നബി പറഞ്ഞത്? അൽ ഐനു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണ്. യഅതി ബിഹ ശൈത്വാനു വഹസനതു ബിനി ആദം, പിശാച് കണ്ണീർ കൊണ്ടുവരും. മനുഷ്യന്റെ അസൂയയും, അസൂയ ബാധിച്ചാൽ കണ്ണീർ, അസൂയ കൊണ്ട് കണ്ണീർ വരും. പിശാച് വഴിയും കണ്ണീർ വരും. കണ്ണീർ സത്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. തൂസിലുൽ ജമല ഇലൽ ഖദരി വൽ മർഅ ഇലൽ ഖബരി, കണ്ണീർ ബാധിച്ചാൽ ഒട്ടകം ചട്ടിയിലെത്തും. കണ്ണീർ ബാധിച്ചാൽ മനുഷ്യൻ ഖബറിലും എത്തും. ഇനി നിന്റെ ഇഷ്ടം പോലെ മനസ്സിലാക്കും. നിങ്ങൾ കളമശ്ശേരിക്കാരും എറണാകുളത്തുകാരുമാണ്. നിങ്ങളെ നാട്ടിലൂടെയാണ് മെട്രോ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് പരിഷ്കാരമൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളോട് കണ്ണൂർ എന്നൊന്നും പറഞ്ഞാൽ നിങ്ങളെ തലയെ കയറില്ല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ബാധ്യത അല്ല, എനിക്കൊരു ബാധ്യത ഉണ്ടല്ലോ. നിങ്ങൾ പഴയ നാട്ടുകാരല്ല. ഇപ്പം നിങ്ങൾ ആകാശത്തൂടെ പോകുന്ന തീവണ്ടിയുടെ നാട്ടുകാരാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചൊക്കെ ഉള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാവും. പൈസ പറഞ്ഞത് മെട്രോനും കണ്ണീർ ബാധിച്ചിട്ടുണ്ട്. അതിന് ഇനി ആരാണ് ഊതിക്കെട്ട്? അല്ലാഹു ആയാലും. എഴുതി വെച്ചോ, കണ്ണ് തുറന്ന് എന്നെ നോക്കിക്കോ. എൻ്റെ പേര് റഹ്മത്തുള്ള എന്നാണ്. ആര് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു. തെളിവ് ഞാൻ കാണിച്ചു കൊടുക്കും. ഞങ്ങളെ വാദപ്രകാരത്തിനില്ല. പക്ഷെ ഇത് കാര്യം നേരാണ്.
ആശുറാന്റെ ആയത്താണത്. ഏത് ആശുറ? ഈ ആയത്തിറങ്ങി ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ നബി വഫാത്തായി. ഇത് ഖുർആനിലെ ലാസ്റ്റ് ആയത്തുകളിൽ പെട്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഖുർആനിൽ ഒറ്റ ആയത്ത് ഇറങ്ങിയിട്ടുള്ളൂ. ലഖദ് ജാഅക്കും ഇറങ്ങിയിട്ട് ഒറ്റ ആയത്ത് ഇറങ്ങി. അപ്പോൾ റസൂലുള്ള കട്ടിലിൽ പനി പിടിച്ച് കിടക്കുക. അപ്പോൾ അവസാനത്തെ ആയത്ത് ഇറങ്ങി, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതാണ് ലാസ്റ്റ്. അപ്പോൾ ലാസ്റ്റിനെ തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്താണ്. അതിന്റെ മുമ്പ് ഇസ്ലാം പൂർത്തിയായി. ഇസ്ലാം പൂർത്തിയായത് ദുൽഹജ്ജ് 9-ന്. ഈ ആയത്തിറങ്ങിയത് മുഹറം 10-ന്. വഫാത്തായത് റബീഉൽ അവ്വൽ 12-ന്. അതിന്റെ തൊട്ട് ദിവസം അവസാനത്തെ ആയത്തിറങ്ങി. അവസാനത്തെ ആയത്തിന്റെ തൊട്ടുമുള്ളായത് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹു റബ്ബുൽ അർശിൽ അസീം. കണ്ണർ എന്തിനും ബാധിക്കും, എന്തിനും ബാധിക്കും, എന്തിനും ബാധിക്കും. ഉറപ്പ്. യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. റേഷൻ വാങ്ങാനാണ് പോകുന്നതെങ്കിലും കൊട്ടാരത്തിന്റെ ഒരു വാതിലിലൂടെ കയറരുത്, നിങ്ങൾ വിവിധങ്ങളായ വാതിലിലൂടെ കയറിക്കൊള്ളുക എന്ന് യാക്കൂബ് മക്കളോട് പറഞ്ഞു അലൈഹിസ്സലാം. യാക്കൂബ് പറഞ്ഞു മക്കളോട്, മക്കളെ, റേഷൻ വാങ്ങാനാണ് പോകുന്നതെങ്കിലും ദരിദ്രന്മാരായിട്ടാണ് പോകുന്നതെങ്കിലും ഒരു വാതിലിലൂടെ നിങ്ങൾ 10 ആളും കയറി ചെല്ലരുത്. എന്തുകൊണ്ട്? കാനു മൗസൂഫീന ബിൽ ജമാലി വൽ കമാലി വഅബ്നാഇ റജുലിൻ വാഹിദിൻ. സമ്പൂർണനായ ഒരു മഹാമനുഷ്യന്റെ സമ്പൂർണരായ 10 മക്കളാണ്. ഇവരെ ഇങ്ങനെ കണ്ടാൽ മനുഷ്യൻ നോക്കി നിന്ന് പോകും. അത്രയും കൊതിപൂണ്ട ആകാര വടിവൊത്ത ആകാര സൗഷ്ഠവ കലാഭംഗിയുള്ള കലാചാരുതയുള്ള ശരീരമാണ് അവർക്ക്. അതുകൊണ്ട് മക്കളെ, കൊട്ടാരത്തിൽ കയറി ചെല്ലുമ്പോൾ ഒരു വാതിലൂടെ കയറരുത്, നിങ്ങൾ പല വാതിലൂടെ കയറണമെന്ന് യാക്കൂബ് പറഞ്ഞു എന്ന് സൂറത്ത് യൂസുഫിൽ ഉണ്ട്. നോക്ക്, എന്റെ ആയത്തിന്റെ വ്യാഖ്യാനം ഇന്നഹു ഖാഫ മിനൽ ഐനി അലൈഹിം. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഫഇന്നഹു ഖാഫ മിനൽ ഐനി അലൈഹിം. ഇവർക്ക് കണ്ണേറ് പറ്റുമോ എന്ന് യാക്കൂബ് പേടിച്ചു. അതുകൊണ്ടാണ് യാക്കൂബ് അങ്ങനെ പറഞ്ഞത് അലൈഹിസ്സലാം. തൂസിലുൽ ജമല ഇലൽ ഖദരി. കണ്ണേറ് ബാധിച്ചാൽ ഒട്ടകം ചട്ടിയിലെത്തും. വൽ മർഅ ഇലൽ ഖബരി. കണ്ണേറ് ബാധിച്ചാൽ മനുഷ്യൻ ഖബറിലും എത്തും എന്ന് പുണ്യ റസൂൽ. ബഹുമാനപ്പെട്ട സിഹറും അങ്ങനെ തന്നെയാണ്. സിഹർ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഈ ആയത്ത് ഓതുന്ന ആളുകൾക്ക് സിഹറും ഉണ്ടാവുകയില്ല. സിഹറും അങ്ങനെ തന്നെയാണ്. സിഹറിനെ പറ്റി പറയാണ്ടല്ലോ. കൊലപാതകത്തെക്കാൾ ഭയാനകമാണ് എന്ത്? സിഹർ. ഇസ്ലാമിൽ 7 വൻദോഷങ്ങളാണ്. ഒന്നാമത്തത് ശിർക്ക്, 2 സിഹർ, 3 കൊലപാതകം, 4 പലിശ തിന്നൽ, 5 യത്തീമിന്റെ മുതൽ തിന്നൽ, 1 ശിർക്ക്. പറ 1 ശിർക്ക്, 2 കൂടോത്രം സിഹർ, മരണം, 3 കൊലപാതകം. അപ്പോൾ കൊലപാതകത്തെക്കാൾ ഭയാനകമാണ് എന്ത്? സിഹർ. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? കൊലപാതകം കൊണ്ടുണ്ടാകുന്ന നാശത്തെക്കാൾ വലിയ നാശം സിഹർ കൊണ്ടുണ്ടാവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്താ ഒരു പരിഹാരം? ഈ ആയത്തൊരു പരിഹാരമാണ്. അപ്പൊ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഈ ആയത്ത് ആശുറാ ദിവസത്തിൽ, ആശുറാ ദിവസം എന്ന് പറഞ്ഞാൽ 9-ന് അസ്തമിച്ച് മഗ്രിബ് മുതൽ ആശുറാന്റെ 10-ന്റെ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ഇടസമയം 24 മണിക്കൂർ. മനസ്സിലായില്ല? എപ്പോൾ മുതൽ എപ്പോൾ വരെ? അതായത് 9-ന്റെ മഗ്രിബ് മുതൽ 10-ന്റെ മഗ്രിബ് വരെയുള്ള ആ 24 മണിക്കൂറിനിടയിൽ ചൊല്ലി തീർത്താൽ മതി. ഒറ്റ ഇരിപ്പിൽ ചെല്ലണം, അങ്ങനെയൊന്നുമില്ല. ചൊല്ലി തീർക്കുക. ആ വർഷം റഹ്മത്തിന് വേണ്ടി അള്ളാഹുവോട് യാചിക്കുകയും ചെയ്യുക. ഓതുന്നതിനിടയിൽ റഹ്മത്ത് അള്ളാഹിനോട് ചോദിക്കുക. അള്ളാഹു റഹ്മത്തിനെ തരട്ടെ, മുസീബത്ത് അള്ളാഹു ഒഴിവാക്കി തരട്ടെ. ആ വർഷം അവന് സൂഉൽ ഖാത്തിമ ഉണ്ടാവുകയില്ല, ദുർമരണം. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു, മനസ്സിലായോ നിങ്ങൾക്ക്? ദുർമരണത്തെ ഭയപ്പെടണം. അള്ളാഹു ദുർമരണത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അള്ളാഹു ദുർമരണത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അള്ളാഹു മനസ്സ് തുറന്നാമീൻ പറ. ദുർമരണത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹ്
ദുർമരണത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ അല്ലാ. ദുർമരണം ഉണ്ടാകരുതേ അല്ലാ, ദുർമരണം ഉണ്ടാകരുതേ അല്ലാ, ദുർമരണം ഉണ്ടാകരുതേ അല്ലാ. മയ്യത്ത് നിസ്കരിക്കുന്നവർക്ക് പോലും ഷക്കുള്ള സൈസുള്ള മരണം ഞങ്ങൾക്ക് വരാതെ നീ കാക്കണമേ അല്ലാ. മയ്യത്ത് നിസ്കരിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ വിഷമമുണ്ടാവും, ഇയാൾക്ക് എന്തിനാ മയ്യത്ത് നിസ്കരിക്കുന്നത്, ആ അവസ്ഥയെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെ കാക്കണമേ റബ്ബേ. മയ്യത്ത് നിസ്കരിക്കുന്നവർക്ക് മനസ്സിൽ സന്തോഷമുള്ള, മനസ്സിൽ പടച്ചോനെ ഇയാൾക്ക് പുറത്തു കിട്ടണമല്ലോ എന്ന് അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു മരണം ഞങ്ങൾക്ക് നീ നൽകണമേ പടച്ചോനെ. ഈ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ ഞങ്ങളെ ദോഷം പോലും പുറത്തു കിട്ടുമെന്ന് അവർക്ക് തോന്നുന്ന വിധത്തിലുള്ളൊരു മയ്യത്ത് നിസ്കാരം ഞങ്ങൾക്ക് കിട്ടണമേ പടച്ചോനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ആയത്ത് 1000 തവണ ആശുറയിൽ ഓടുന്ന ആളുകൾക്ക് ആ വർഷം ദുർമരണം ഉണ്ടാവുകയില്ല. ഈ ആയത്തിന്റെ പ്രത്യേകതയാണ് സുബഹി നിസ്കരിച്ച് 7 തവണ ഈ ആയത്ത് ഓതിയാൽ ആ ദിവസം അയാൾക്ക് മരണം ഉണ്ടാവില്ല. അപ്പൊ മരിക്കുന്ന അന്നോ മറന്നു പോകും. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഉണ്ടാ? സുബഹി നിസ്കരിച്ച് ആയത്ത് 7 വട്ടം ഓതിയാൽ ആ ദിവസം മരണം ഉണ്ടാവില്ല. ഉറപ്പ്. അടുത്ത സുബഹിക്കടയിൽ മരണം ഉണ്ടാവില്ല. ഉറപ്പ്, ഉറപ്പ്, സംശയിക്കണ്ട. ഈ ആയത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിന്റെ പ്രത്യേകത പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ഇല്ലാന്ന് പറയും, ഇല്ലാന്ന് പറയും. ഇല്ലാന്ന് പറഞ്ഞാലല്ലേ നന്ദി പൂർത്തിയാവുള്ളൂ. ഇല്ലാന്ന് പറയും. നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇല്ലാന്ന് തന്നെയാണ് പറഞ്ഞത് കേൾക്കാനാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ പറയും, ഇല്ലാന്ന് പറയും, അപ്പോഴല്ലേ നന്ദി പൂർത്തിയാവുക. പറയും. അല്ലാ ഓർമ്മയില്ല, എന്താ വർത്തമാനം, എന്താ വാക്ക്. ഈ ആയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വലത്തെ കയ്യിൽ ശിരസിൽ വെച്ചിട്ട് 1 തവണ ഓതിയാൽ ആ യാത്രയിൽ അപകടം ഉണ്ടാവില്ല. ഒരുപാട് ഫضലാണ്, ഒരുപാട്. ഈ ആയത്ത് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് 99 തവണ ഓതിയാൽ ആ ആഴ്ച ഹറാമായ ഭക്ഷണം വയറ്റിലെത്തുകയില്ല. വല്ലാത്ത ഫضലാണ്, വല്ലാത്ത ഫضലാണ്. ഈ ആയത്ത് സുബഹയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് 1 തവണ ഓതിയാൽ ആ ദിവസം അള്ളാഹുവിൻ്റെ ദീനിൽ സംശയം ഉണ്ടാവുകയില്ല. ദീനിൽ ശെക്കുണ്ടാവുക, അതൊക്കെ ഇന്നത്തെ അവസ്ഥയാണ്. ദീനിൽ ശെക്കുണ്ടാക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ എറണാകുളത്തും കളമശ്ശേരിയിലും നിസ്കരിക്കാത്ത ത്വരീഖത്തുകാരുണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കത് വിചിത്രമായ അത്ഭുതമായി തോന്നുന്നു. ഇപ്പോൾ കുറച്ച് ത്വരീഖത്തുകാർ ഇറക്കിയിട്ടുണ്ട്, അവർക്ക് നിസ്കരിക്കണ്ടെന്നാണ് അവരുടെ വാദം. എന്ത് മനുഷ്യന്മാര് പടച്ച തമ്പുരാൻ, എവിടെയാ ഇവർ, എന്താ ഇവരെ ഉദ്ദേശം? ഇപ്പോൾ കുറച്ച് ആളുകൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതെ നിസ്കരിക്കണ്ട. എന്താ ഇവരെ വിചാരം? ആയിക്കോട്ടെ, ഏത് കുന്നത്തായാലും ഏത് പാടത്തായാലും തമ്മാടി തന്നെ. നിസ്കരിക്കാത്തവൻ തമ്പാടിയാണ്. ഹലാലുദ്ദമി, അവന്റെ രക്തം ശരീഅത്ത് കോടതിക്ക് ഹലാലാണ്. ഇസ്ലാമിക കോടതിയാണെങ്കിൽ കൊല്ലും, ഉറപ്പ്. ആരടാ നിസ്കരിക്കാതെ വലിയാവുക? ആർക്കാടാ നിസ്കരിക്കാതെ വലിയാൻ കഴിയുക? എന്തടാ വിചാരിച്ചത്? നിസ്കരിക്കാത്ത ഔലിയപ്പാപ്പൻ ആരടാ? അവൻ കള്ളനല്ലേ? നിസ്കരിക്കാതെ എടാ, ലോകത്തെ ഏറ്റവും വലിയ ആള് മുഹമ്മദ് മുസ്തഫ അല്ലേ? അവസാനത്തെ ദിവസത്തെ നിസ്കാരം നിസ്കരിച്ചല്ലേ വഫാത്താൻ. എന്ത് വിചാരിച്ച് നിസ്കരിക്കാതിരിക്കുക? പുതിയ കുറച്ച് ത്വരീഖത്തുകാരും കുറച്ച് ഔലിയാക്കന്മാരും, എന്ത് തോന്നിയാസം. ഭൂമിയിൽ ഹയാത്തുണ്ടെങ്കിൽ നിസ്കരിക്കണം. ഈ ലോകത്ത് അള്ളാന്റെ കൽപ്പനക്ക് ഒരു ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഒഴിവ് കിട്ടേണ്ടത് മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നിസ്കരിക്കണ്ട ഭ്രാന്തൻ. കാരണം അയാൾക്ക് സാല അഖ്ലുഹു, അയാളുടെ ബുദ്ധി നീങ്ങിയിട്ടുണ്ട്. ബുദ്ധിയുള്ളവൻ നിസ്കരിക്കണം. ഏതോ ഒരുത്തന് ഭ്രാന്തുണ്ടാവും, അത് ഏത് നിനക്ക് ഭ്രാന്തുണ്ട, അയാൾ മൗഫൂറാവും. അയാൾക്ക് ഇപ്പൊ പുറത്തു കിട്ടും, കാരണം അയാൾക്ക് ഭ്രാന്ത് പല സൈസാണ്. പറഞ്ഞത് മനസ്സിലായില്ല? ഇവിടെ ഇവൻ ഔലിയപ്പാപ്പ എന്ന് പറയുന്ന ഈ ചങ്ങാതിക്ക് എന്തുണ്ടാവും? ഭ്രാന്തുണ്ടാകാം. അയാൾക്ക് നിസ്കരിക്കേണ്ട ഉണ്ടാവില്ല. കാരണം പറയണ കുട്ടി
നിസ്കരിക്കാത്ത ആളാരാ? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ഈമാൻ കഴിഞ്ഞാ പിന്നെ അടുത്ത പണി അമലല്ലേ. നിസ്കരിക്കാത്ത ത്വരീഖത്ത് കള്ളത്തരമാണ്, ത്വരീഖത്തല്ല. ശരീഅത്തുൻ കസഫീനത്തിൻ വത്വരീഖത്തുൻ കൽബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ വലാ من رام درا في السفينة يركب ويغوص بحرا ثم درا حسولا وكذا الطريقة والحقيقة يا أخي من غير فعل شريعة لم تحصلا. മുസ്ലിമീങ്ങളെ പേടിച്ചോളൂ, നിസ്കരിക്കാത്തവൻ ഫാസിഖാണ്. 5 വഖ്ത് നിസ്കരിക്കൽ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ്. നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം. ആരടാ നിന്റെ ഔലിയ? ആരടാ നിന്റെ ഔലിയ പാപ്പ? റബ്ബി ജഅൽനി മുഖീമസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവനായി എന്നെ ജീവിപ്പിക്കണമേ എന്ന് 4000 കൊല്ലം മുമ്പ് സയ്യിദുനാ ഇബ്രാഹിം. ആരടാ നിന്റെ ഔലിയ? നിസ്കരിക്കാത്തവൻ ഔലിയ അല്ല, അവൻ കള്ളനാണ്. നിസ്കാരം നിലനിർത്തണമേ പടച്ചവനെ, മരിക്കുന്നവരെ നിസ്കരിക്കാൻ കഴിയണേന്ന് ലോകം കണ്ട മഹാനായ സയ്യിദുനാ ഇബ്രാഹിം എന്റെ ഔലിയടാ. മുസ്ലിമീങ്ങളെ വളരെ ചിന്തിക്കണം, ഇത് ഖിയാമത്ത് നാളാണ്. ഈമാൻ കെട്ടുകൊണ്ടുപോകുന്ന ആളുകൾ വിലസുന്ന കാലഘട്ടമാണ്. അന്ത്യനാളിൽ അള്ളാന്റെ കോടതിയിൽ അർശിന്റെ തണൽ ലഭിച്ചവർക്ക് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തിരിക്കാൻ കഴിയും. എന്തുകൊണ്ട്? അവർ നിസ്കാരത്തിന് വേണ്ടി ഉളു എടുക്കുന്നു. ആ ഉളു കാരണം അവരെ ശരീരം പ്രകാശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. മനസ്സ് തുറന്ന് പറയാം, അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന നേരം ഏതാ? അഖ്റബമായ ഖൗലുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് അവൻ സുജൂദിൽ കിടന്നുകൊണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. വഖുറത്തു ഐനി ബിസ്സലാ, 3 കാര്യം ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതാ 3 കാര്യം? എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം 3 കാര്യമാണ്. ഒന്ന് അത്വീബ്, ഒന്ന് സുഗന്ധം പൂശലാണ്. വന്നിസാഉ, എന്റെ ഭാര്യമാരെ കൂടെ ഉണ്ടാകലാണ്. 3 വഖുറത്തു ഐനി ഫിസ്സലാ, വഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിൽ എന്റെ കണ്ണ് കുളിർക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ബദർ യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ള സുജൂദിലാണ്. ബദർ യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ള സുജൂദിലാണ്. 2 റക്അത്ത് നിസ്കാരത്തിന്റെ നേരമേ ബദർ യുദ്ധം നടന്നിട്ടുള്ളൂ. ആ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തിന് പുഞ്ചിരിച്ച് ബദർ യുദ്ധം കഴിഞ്ഞു. അബൂജഹൽ നശിപ്പിക്കപ്പെട്ടു, അവന്റെ പാർട്ടിയും. എന്തിന്റെ ബർക്കത്ത്? റസൂലുള്ളാഹിയുടെ 2 റക്അത്ത് നിസ്കാരത്തിന്റെ ബറക്കത്ത്. സുജൂദിൽ 4 സുജൂദാണല്ലോ 2 റക്അത്തിൽ. സുജൂദിൽ റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ടിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് സുജൂദിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. 4 സുജൂദ് 2 റക്അത്ത് കഴിഞ്ഞു. സലാം വീട്ടി ബദർ യുദ്ധം തീർന്നു. എല്ലാരും യുദ്ധത്തിന് പോകുമ്പോഴാ മുത്തുനബി നിസ്കരിക്കുകയാ. മുത്ത് റസൂലുള്ളാഹിയുടെ നിസ്കാരം കൊണ്ടാണ് ബദർ യുദ്ധം ജയിച്ചത്. നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തിയവൻ അല്ലാഹുവിനെ നിസ്സാരപ്പെടുത്തി. മൻ തഹാവന ബിസ്സലാത്തി തഹാവന ബില്ലാഹ്, നിസ്കാരത്തെ നിസ്സാരവൽക്കരിച്ചവൻ അല്ലാഹുവിനെ നിസ്സാരപ്പെടുത്തിയെന്ന് മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും അതിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കോളയും. തോന്നിയാസമല്ല ഇസ്ലാം മതം. ഇതിന് ഒരു അടിസ്ഥാനമുണ്ട്. ഈ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണ്, തിരുഹദീസാണ്. ഓരോരുത്തർക്കും തോന്നിയതല്ല ഇവിടെ ദീന്, മനസ്സിലാക്കിക്കോളൂ. അഭ്യസ്തവിദ്യരായ ആളുകൾ വരെ ഇത്തരം തോന്നിയാസങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്നത് ഏറ്റവും വിചിത്രമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു പോയതാണ്, അത് പറയാൻ വന്നതല്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ നിസ്കരിക്കുന്നില്ല. കാരണം അയാൾ ഏതോ ഒരു ഔലിയാപ്പാപ്പാക്ക് വഴിപ്പെട്ടു, ആ ഔലിയ പറയുന്നുണ്ട് നിസ്കരിക്കണ്ട എന്ന്. അപ്പം അയാൾ നിസ്കരിക്കുന്നില്ല എന്ന്. എനിക്കത് വലിയ വിചിത്രമായും അത്ഭുതവുമാണ്. ഉമ്മാനെ ബാപ്പാനെ ഒഴിവാക്കി. ഉമ്മയും ബാപ്പയും പറഞ്ഞു നിസ്കരിച്ചാൽ മാത്രം പോരെ, കൂടിയാൽ മതി. അപ്പോൾ പെട്ടും പാട്ടും കൊണ്ടിട്ട് ഔലിയാപ്പാപ്പൻ്റെ അടുത്ത് പോയി. എന്തിന്? നിസ്കരിക്കാനല്ല, നിസ്കരിക്കാതിരിക്കാൻ. എന്ത് വിചിത്രം! അതും ലോക്കലല്ല, അല്ലേ? ലോക്കലല്ല, അഭ്യസ്ത അല്ലേ? അങ്ങനെ തന്നെയല്ലേ? വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആൾ. എന്ത് മനുഷ്യന്മാർ! ഉമ്മയും ബാപ്പയും മര്യാദക്ക് ഭക്ഷണം കഴിക്കാതെ പോറ്റി വളർത്തി, വിദ്യാഭ്യാസ സമ്പന്നനാക്കി, പണം കിട്ടി, എല്ലാം കഴി വലിയ ശമ്പളക്കാരനായപ്പോൾ ഉമ്മയും വേണ്ട, ബാപ്പയും വേണ്ട, അള്ളയും വേണ്ട. ഇതൊക്കെ ആഖിർ സമാന്റെ അടയാളമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യന്മാരെ മനസ്സിലാക്കിക്കോളി. കട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്, ഈ മാനക്കട്ട് കൊണ്ടുപോകുന്നവർ. റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ഹൃദയത്തെ കവർന്ന് ഈമാൻ നശിപ്പിക്കുന്നവരുണ്ട്. നിസ്കാരമല്ലാത്തൊരു പരിഹാരമല്ല. നിസ്കാരം തന്നെയാണ്. നിസ്കരിക്കാൻ തന്നെ വേണം. അത് റസൂൽ നിസ്കരിച്ചതുപോലെ നിനക്ക് നിസ്കരിക്കാൻ പറ്റൂല. റസൂൽ കിടക്കുന്ന സ്വർഗത്തിൽ ഈ കിടക്കണമില്ലല്ലോ, ഈ വേറെ സ്വർഗത്തിലല്ലേ കിടക്കുന്നത്. അള്ളാൻ റസൂൽ നിസ്കരിച്ച പോലെ നിസ്കരിക്കാൻ കഴിയൂല. അതിന് ആരടാ അള്ളാൻ റസൂൽ നിസ്കരിക്കുന്ന അതേ ഖുശൂഇൽ നിസ്കരിക്കണം ആരെവിടെ പറഞ്ഞ്? ഇവിടെ നിസ്കരിക്കണം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക, നിയ്യത്ത് ചെയ്യുക, അല്ലേ? പാറി മനുഷ്യന്മാരെ, നമുക്ക് കഴിയുന്നത് അത്രയേ ഉള്ളൂ. പിന്നെ വജ്ജത്ത് ഓതുക, ഫാത്തിഹ ഓതുക, റുക്കൂ ചെയ്യുക, ഏറ്റുരാല് സുജൂദ്, 4 റക്അത്ത് സലാം വീട്ടുക. എന്നിട്ട് പറയാ, അല്ലാഹ് എല്ലാവരും തേങ്ങ ഉടച്ചപ്പോൾ ഞാൻ ചിരട്ടുടച്ചു, മാപ്പാക്കണം, എനിക്ക് പുറത്തു തരണം. ഗഫൂർ റഹീമാ റബ്ബ. ഈ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ മതി. മനസ്സിലായോ? പറയാ, അള്ളാൻ റസൂലും ഖുലഫാഉർ റാഷിദും നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ നിനക്ക് കഴിയൂല വിചാരിച്ച് നിസ്കരിക്കേണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നിനക്ക് കഴിയും പോലെ ചെയ്യണം. എല്ലാവരും ഒരുപോലെയാ ചെയ്യുന്നത്. ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി ഇന്ത്യയിൽ വന്നപ്പോൾ ദഅവത്ത് ചെയ്ത് 90 ലക്ഷം ആളുകൾ മുസ്ലിമായി. ഇനിയിപ്പോ ആ ദഅവത്തിന് ഇപ്പോൾ ആർക്കാ കഴിയുക? അതിൻ്റെ അർത്ഥം ഇനി ദഅവത്ത് വേണ്ടാന്ന്. ഇന്നെപ്പോലത്തെ ലോക്കലുകൾ വയലു പറഞ്ഞാൽ ഒരാൾ പോലും മുസ്ലിം ആവൂല. അതിൻ്റെ അർത്ഥം ഇനി വയലു തീരെ വേണ്ട. ഖാജ വയലു പറഞ്ഞപ്പോൾ 90 ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായി. ഖാജ വയലു പറഞ്ഞപ്പോൾ 90 ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായി. നമ്മൾ പറഞ്ഞാൽ ഒരു ഹിന്ദു മുസ്ലിം ആവൂല. അതിൻ്റെ അർത്ഥം നീ വയലു വേണ്ട. നമുക്ക് ചെയ്യണം, നമ്മൾ ചെയ്യുക. അവരെ പഠിച്ചൊന്നും റബ്ബാണ്. നമ്മൾ പഠിച്ചൊന്നും റബ്ബാണ്. ഗഫൂർ റഹീമാ റബ്ബ്. അവരെ പിന്നാലെ പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന് പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്ത് വർത്തമാനാണ് ഇപ്പൊ അറിയുന്ന മനുഷ്യന്മാര്! വിചിത്രവും അത്ഭുതകരവുമായ കാര്യം. അഭ്യസ്ത വിദ്യര് പോലും തോന്നിയാസത്തിന് വഴിപ്പെടുന്നു. അപ്പോൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ലഖദ് ജാഅക്കും എന്ന ആയത്ത് ഈ സന്ദർഭത്തിൽ പാരായണം ചെയ്യുക. പിന്നെ കഴിയുമെങ്കിൽ അത് എല്ലാ ദിവസവും കുറച്ചൊരു 100 വട്ടമെങ്കിലും. വല്ലാത്ത ഫضലുള്ളതാണ്, വല്ലാത്ത ഫضലുള്ളതാണ്. അതിന് അറ്റമില്ലാത്ത ഫضലാണ്. ആശുറാന്റെ ദിവസം 1000 തവണയെങ്കിലും പാരായണം ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇട സന്ദർഭങ്ങളിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക എന്ന ദിക്റിനെ പാരായണം ചെയ്യുക. അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ വളരെ നിസ്സാരന്മാരായി നിൽക്കുക. അള്ളാഹുവോട് മാപ്പപേക്ഷിക്കുക. ഇനി കഴിയുന്ന ദിവസങ്ങളിലെല്ലാം നോമ്പുൽക്കുക. ഇപ്പം നാളത്തെ നോമ്പിന് വേറെയും പ്രത്യേകത ഉണ്ട്. നാളെ മുഹറമിലെ നോമ്പുമാണ്. മുഹറം 1 മുതൽ 10 വരെ നോമ്പുൽക്കൽ പഴയ കാലത്തെ പതിവാണ്. 1 മുതൽ 10 വരെ നോമ്പുൽക്കുക. നാളെ വ്യാഴാഴ്ചയുമാണ്. വ്യാഴാഴ്ച പൊതുവേ നോമ്പ് സുന്നത്തുമാണ്. ഇനിയുള്ള ദിവസങ്ങൾ നോമ്പോറ്റാൽ വളരെ നല്ലതാണ്. നോമ്പുൽക്കുക. നോമ്പല്ലെങ്കിൽ വലിയ ഖൈറുള്ളതാണ് നോമ്പുൽക്കുക. സൂമു തസിഹു. നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നോമ്പനുഷ്ഠിക്കുവീൻ, നിങ്ങൾ ആരോഗ്യം നേടുവീൻ എന്ന് മുഹമ്മദ് മുസ്തഫ. നോമ്പനുഷ്ഠിക്കുന്നവർക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യം ഭൗതികമായ സംഗതിയാണ്, എന്നാലും അത് നോമ്പിനോടനുബന്ധിച്ച് ലഭിക്കും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം 10 എന്നായിരിക്കും എന്നാ പറഞ്ഞത്. 10 എന്നായിരിക്കും നമ്മളെ കണക്കനുസരിച്ച്. 1 ഞായറോട് ഞായർ 8, തിങ്കൾ 9, ചൊവ്വ 10. 9ഉം 10ഉം കണിശമാണ്, വളരെ പ്രധാനമാണ്. 10 മുൻഗാമികൾക്ക് വാജിബാണ്.
മുൻഗാമികൾക്ക് 10 വാജിബാണ്. കാരണം എന്ത്? ലോകത്ത് നടന്ന ഒരുപാട് അത്ഭുതകരമായ നന്മകൾ നടന്നത് മുഹറം 10-നാണ്. ലോകത്ത് ഒരുപാട് അത്ഭുതകരമായ നന്മകൾ ഇല്ല. അല്ലാഹു ആകാശത്തെ പടക്കാൻ ആരംഭിച്ചത് മുഹറം 10-നാണ്. അല്ലാഹു ഭൂമിയെ പടക്കാൻ ആരംഭിച്ചത് മുഹറം 10-നാണ്. അല്ലാഹു അർശിനെ പടക്കാൻ ആരംഭിച്ചത് മുഹറം 10-നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിനെ പടച്ചത് മുഹറം 10-നാണ്. അല്ലാഹു മഴയെ സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. ഭൂമിയിൽ ആദ്യമായി മഴ പെയ്തത് മുഹറം 10-നാണ്. സസ്യങ്ങൾ ആദ്യമായി മുളച്ചതും കൈക്കനികൾ ഉണ്ടായതും മുഹറം 10-നാണ്. സ്വർഗത്തെ പടച്ചത് മുഹറം 10-നാണ്. എന്തൊക്കെയാ ഉണ്ടായത്? സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചത് മുഹറം 10-നാണ്. ആദമിന്റെ തൗബ സ്വീകരിച്ചത് മുഹറം 10-നാണ്. എത്രയോ എന്ന് പറഞ്ഞാൽ എത്രയോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടത് മുഹറം 10-നാണ്. വലിയ പ്രളയം ഉണ്ടായി, പ്രളയം അടങ്ങി മുഹറം 10-നാണ്. ചിന്തിക്കുക. ഇദ്രീസ് നബിക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയത് മുഹറം 10-നാണ്. ഇബ്രാഹിം അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. യാക്കൂബിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയത് മുഹറം 10-നാണ്. കുറച്ചൊന്നുമല്ല അത്ഭുതം, കുറച്ചൊന്നുമല്ല, വല്ലാത്ത അത്ഭുതമാണ്. 40 കൊല്ലത്തോളം കാഴ്ച ശക്തിയില്ലായിരുന്നു മഹാനായ സയ്യിദുനാ യാക്കൂബ്. ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫൽഖൂഹു അലാ വജ്ഹി അബി യഗ്തി ബസീറാ. കാഴ്ച ശക്തി കിട്ടാൻ വേണ്ടി തന്റെ വസ്ത്രം കൊടുത്തയച്ചു സയ്യിദുനാ യൂസുഫ്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം 12 വർഷം ജയിലിൽ കടന്ന് ജയിലിൽ നിന്ന് മോചിതനായത് മുഹറം 10-നാണ്. 16 ലക്ഷം ഇസ്രായേലികളെയും കൊണ്ട് മൂസ കടൽ കടന്നു പോയത് മുഹറം 10-നാണ്. 16 ലക്ഷം ഇസ്രായേലികൾ, 6 ലക്ഷം പട്ടാളത്തോടെ കൂടെ ഫിറഔൻ ചെങ്കടലിൽ ചത്തത് മുഹറം 10-നാണ്. ഫിറഔൻ ഒറ്റക്കല്ല, അതിന് വലിയ സംഭവമാണ്. എത്രയാണ് കൂടെ? 6 ലക്ഷം, 6 ലക്ഷം പട്ടാളക്കാർ. ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടാളമുള്ള രാജാവായിരുന്നു ആര്? ഫിറഔൻ എന്ന് ഖുർആനിലുണ്ടത് കൊണ്ടാണ് ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد. فرعون ذي الأوتاد ആണിക്കാരൻ ഫിറഔൻ. ആണി 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 എന്നാ മനസ്സിലായില്ലേ? ആണിക്കാരൻ ഫിറഔൻ. ആണിക്കാരൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? എല്ലാ മരുഭൂമികളിലും അവന്റെ ടെന്റ് അടിച്ചിരുന്നത്രേ, അവന്റെ പട്ടാളങ്ങൾക്ക് കൂടാൻ. എവിടെ നോക്കിയാലും മരുഭൂമിയായ മരുഭൂമി നിറച്ച് ആണി ഉണ്ടാവും. മനസ്സിലായില്ല? ആണി അടിച്ച് കയറ് കെട്ടി ടെന്റ് ഉണ്ടാക്കും. ആർക്ക് പാർക്കാൻ? പട്ടാളത്തിന്. അതുകൊണ്ട് ആണിക്കാരൻ ഫിറഔൻ. 6 ലക്ഷം, 6 ലക്ഷം പട്ടാളം കൂടെയുണ്ട്. മുഹറം 10 രാവിലെ മരിച്ചത്, ചത്തത് വെളുപ്പിന്. സമുദ്രം നാം പിളർത്തി തന്നത് ഓർമ്മയില്ലേ? ഫഅൻജൈനാകും, നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയത് ഓർമ്മയില്ലേ? إذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. وأغرقنا آل فرعون, ഫറോവ പ്രവൃത്തികളെ ഒന്നടങ്കം നാം മുക്കിക്കൊന്നതും നിങ്ങൾക്ക് ഓർമ്മയില്ലേ?
വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കവേ 16 ലക്ഷം കടൽ കടന്ന് കയറിയപ്പോൾ ഹുങ്കാര ശബ്ദം കേട്ടു. അപ്പോൾ തിരിഞ്ഞു നോക്കി, അപ്പോൾ ഫറോവയും പട്ടാളക്കാരും ചാവുക. വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കവേ കടൽ കടന്ന് ഇവർ കയറിയപ്പോൾ ഹുങ്കാര ശബ്ദം കേട്ടു. ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി. വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കവേ അവർ ചത്തു. എന്ന് മുഹറം 10 രാവിലെ സൂറത്തുൽ ബഖറ 50-ാമത്തെ ആയത്ത്. സൂറത്തുൽ ബഖറ ആയത്ത് നമ്പർ 50. ചിന്തിക്ക്, അതൊക്കെ അന്നാണ്. യൂനുസിനെ അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ജാഫ കടപ്പുറത്ത് രക്ഷപ്പെട്ടതെന്നാണ്. ടെല്ലവീവിലെ ജാഫ കടപ്പുറത്ത് തിമിംഗലം തുപ്പി, ഇങ്ങനെ തുപ്പി. അവിടെ പിന്നീട് മുസ്ലിമീങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി, മസ്ജിദ് യൂനുസ്. ഒരുപാട് കാലം ആ പള്ളിയിൽ ആരാധന നടന്നു. ഇപ്പോൾ ഇസ്രായേലി സർക്കാർ ആ പള്ളി അടച്ചിട്ടിട്ടുണ്ട്. ആ പള്ളിയുടെ പുറത്ത് ഞാൻ പോയിട്ടുണ്ട്, അകത്ത് ഞാൻ പലതവണ ആ പള്ളിയുടെ ഏരിയയിൽ പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇസ്രായേലികൾ ആ പള്ളി ഇപ്പോൾ അടച്ചിട്ടു. പള്ളിയുടെ പേര് മസ്ജിദു യൂനുസ്. പള്ളിയിൽ നിന്ന് ഒരു 3 മീറ്റർ കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. ആ കടൽ ഭിത്തിയിൽ വെള്ളം ഇങ്ങനെ അടിക്കും. അവിടെയാണ് യൂനുസിനെ മത്സ്യം തുപ്പിയത്. മനസ്സിലായില്ലേ? ആ സംഭവത്തിന്റെ സ്മരണാർത്ഥം അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയതാണ്. എന്ത്? മസ്ജിദു യൂനുസ്. അവിടെയാ തുപ്പിയത്. മെഡിറ്ററേനിയൻ സമുദ്രം. ഇസ്രായേലിലാണ് ജാഫ കടപ്പുറം. ഇസ്രായേലിലെ ജാഫ കടപ്പുറം. ഒരു ഭാഗത്ത് ജോർദാൻ നദി വന്നു കൂടുന്നു. ജോർദാൻ നദി ഒരു പ്രധാനപ്പെട്ട നദിയാണ്. ചരിത്രത്തിലെ വലിയ അത്ഭുതകരമായ നദിയാണ് ജോർദാൻ നദി. ജോർദാൻ നദിയിൽ ഈസാ നബിയെ കുളിപ്പിച്ചു. ആര്? യഹ്യ. അതുകൊണ്ടാണ് യഹ്യയെ സ്നാപക യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. യഹ്യ എന്നാൽ ജോൺ, ജോൺ എന്നാൽ യോഹന്നാൻ, യോഹന്നാൻ എന്നാൽ യഹ്യ. യഹ്യയുടെ ഉപ്പയാണ് സക്കരിയ അലൈഹിസ്സലാം. അവരൊക്കെ നബിമാരാണ്. ജോർദാൻ നദി ഇങ്ങനെ വന്നുകൂടും. ജോർദാൻ നദിക്ക് ഇനിയും ചരിത്രത്തിൽ പ്രാധാന്യമുണ്ട്. ജോർദാൻ നദി കരയിൽ ഇട്ടാണ് ദജ്ജാലിനെ ഈസ കൊല്ലുക അലൈഹിസ്സലാം. ജോർദാൻ നദിക്കരയിലാണ് ലിഡ എയർപോർട്ട്. ഓൾഡ് എയർപോർട്ട്, ഇസ്രായേലിന്റെ ഓൾഡ് എയർപോർട്ട്. ലുദ് എന്ന സ്ഥലത്ത് വെച്ച് കൊല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലുദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലുഡാണ് എന്ത്? ലിഡ എയർപോർട്ടിൽ വെച്ച് കൊല്ലും. ഇനി ജോർദാൻ നദിക്കരയിൽ ഈ സ്നാപക യോഹന്നാനെ ഇസ്രായേലിലെ രാജാവ് കൊന്നിട്ട് തളികയിൽ 3 ദിവസം പ്രദർശിപ്പിച്ചതും ഈ ജോർദാൻ നദിക്കരയിലാണ്. കൊന്നിട്ട് വയന്ന് പറഞ്ഞതിന് കൊന്നു, അർത്തു, എന്നിട്ട് തളികയിലാക്കി തല പ്രദർശിപ്പിച്ചു 3 ദിവസം. ആരെ? യഹ്യ നബിയെ, സയ്യിദുനാ യഹ്യ അലൈഹിസ്സലാം 3 ദിവസം ടെൽ അവീവിൽ ജോർദാൻ നദിക്കരയിൽ 3 ദിവസം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തല അർത്തെടുത്തതിന് ശേഷം സയ്യിദുനാ യഹ്യയെ, ബൈബിൾ ജോൺ, യോഹന്നാൻ എന്നൊക്കെ പറയുന്ന സയ്യിദുനാ യഹ്യ അലൈഹിസ്സലാം. ആരുടെ മകൻ? സക്കരിയയുടെ മകൻ അലൈഹിസ്സലാം. അവിടെയാണ് ഇനി ദജ്ജാലിനെ കൊല്ലുക. ആര്? ഈസ. ആ ജോർദാൻ നദി ഇങ്ങനെ വന്നിങ്ങോട്ട് കൂടിയാൽ ജാഫ കടപ്പുറത്തെത്തി. ജാഫ കടപ്പുറം ഇന്ന് ഏറ്റവും വലിയ ടൂറിസ്റ്റിന്റെ കേന്ദ്രമാണ്. നിക്കറിട്ടതും ഇട്ടാത്തതുമായ പെണ്ണുങ്ങൾ ഇസ്രായേലികൾ വന്ന് ഇങ്ങനെ കിടക്കും. ഇപ്പൊ അവിടെ സുഖവാസ കേന്ദ്രമാണ്. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഇസ്രായേലികൾ പൂട്ടിയിട്ടുണ്ട്. ആ കടപ്പുറത്തിന്റെ പ്രത്യേകതയാണ് എന്ത്? മത്സ്യം 40 ദിവസം കഴിഞ്ഞിട്ട് യൂനിസിനെ തുപ്പിയത് ആ കടപ്പുറത്താണ്. മെഡിറ്ററേനിയൻ സമുദ്രം. അതാണ് ആ സൂറത്തുൽ അംബിയയിലും സൂറത്തുൽ ഖലമിലും എല്ലാം പറയുന്ന സംഭവം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. എപ്പോഴാ തുപ്പിയത്? മുഹറം 10. ചിന്തിക്ക്. അയ്യൂബ് നബിയുടെ രോഗം മാറിയത് മുഹറം 10-നാണ്. വയ്യ, തീരെ വയ്യായിരുന്നു. രാവിലെ ഭാര്യ ഇങ്ങനെ കൂടെ പിടിക്കും. അസ്വഹാബിമാരെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാവരും ഒഴിവാക്കി പോയി. ആരെ?
ആരെ? അയ്യൂബിനെ അലൈഹിസ്സലാം. പിന്നെ ഭാര്യയുണ്ട്. ഭാര്യ വല്ലാത്തൊരു മഹതിയായിരുന്നു. ആ സ്ത്രീ വെളുപ്പാൻ കാലത്ത് എന്ത് ചെയ്യും? വെളുപ്പാൻ കാലത്ത് തൻ്റെ തോള് വെച്ചിട്ട് തോളത്ത് താങ്ങി പിടിച്ച് കൊണ്ടുപോകും, വിളിക്കിരിക്കാൻ വേണ്ടിയിട്ട്. മൂത്രിക്കും കാഷ്ടിക്കും ചെയ്യണം. ആർക്ക്? അയ്യൂബിന് അലൈഹിസ്സലാം. അപ്പോൾ ഇങ്ങനെ തോളത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി ഇരുട്ടത്ത് കൊണ്ടുപോയി ഇരുത്തും വെളിസ്ഥലത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സ്ത്രീ ദൂരേക്ക് മാറി നിൽക്കും. ഇങ്ങനെ ആവശ്യം കഴിഞ്ഞാൽ വയറ്റിന്ന് പോയി മൂത്രിച്ച് കാഷ്ടിച്ച് ആവശ്യം കഴിഞ്ഞാൽ അയ്യൂബ് ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ചെന്നിട്ട് മെല്ലെ മെല്ലെ താങ്ങി കൊണ്ടുവരും. ഇതായിരുന്നു പതിവ്. ഒരു മുഹറം 10 അന്ന് രാവിലെ കൊണ്ടുപോയി ഇരുത്തി. ആ സ്ത്രീ ഇരുട്ടിൽ മാറി നിന്നു, കുറേ നേരം മാറി നിന്നു, വിളിച്ചില്ല. നേരം വെളുത്തു വന്നു, വിളിക്കുന്നത് കേൾക്കാനില്ല. എന്നാൽ കാഷ്ടിക്കാൻ ഇരിക്കുന്നിടത്തേക്ക് അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ ഈ പെണ്ണിന് പേടി. അയ്യൂബ് ദേഷ്യക്കാരനായിരുന്നു. മനസ്സിലായോ പറഞ്ഞത്? വലിയ ദേഷ്യക്കാരനാണ്. ആര്? അയ്യൂബ്. കാഷ്ടിക്കുന്നിടത്തേക്ക് ചെന്നാൽ ദേഷ്യപ്പെടുമെന്ന് പേടി. ഈ പെണ്ണിങ്ങനെ മുഹറം 10 അന്ന് രാവിലെ ഇരുട്ട് കഴിഞ്ഞു, വെളുപ്പിങ്ങനെ വരുന്നു, ഭർത്താവ് വിളിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെ നിന്നു. അപ്പോൾ ധൃതിയിൽ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നത് കണ്ടു. ഈ സ്ത്രീ ഈ ചെറുപ്പക്കാരന്റെ കാൽപര്യമാറ്റം അടുത്തെത്തിയപ്പോൾ ഈ പെണ്ണിങ്ങനെ തിരിഞ്ഞു നിന്നു. അയാൾക്ക് മുഖം കൊടുത്തില്ല. ഇങ്ങനെ മുഖം കൊടുക്കാതെ ഇങ്ങനെ മനുഷ്യ, നിങ്ങൾ എന്റെ ഭർത്താവിനെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാള് പറഞ്ഞു, അജബൻ അജബ, വിചിത്രം വിചിത്രം, നിന്റെ ഭർത്താവിനെ ഞാൻ കണ്ടോ എന്ന് നീ ചോദിക്കണമെങ്കിൽ നിന്റെ ഭർത്താവിനെ ഞാൻ എന്ത് പരിചയം? ഞാൻ ഈ യാത്രയിൽ പലരെയും കണ്ടിട്ടുണ്ടാവും. നിന്റെ ഭർത്താവിനെ കണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഭർത്താവിനെ എനിക്കെന്ത് പരിചയം? വല്ല അടയാളമുണ്ടെങ്കിൽ പറ എന്ന് പറഞ്ഞു. ശബ്ദം കേട്ടപ്പോൾ ഈ സ്ത്രീക്ക് ഒരു പരിചയമുള്ള ശബ്ദമായി തോന്നി. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ തിരിഞ്ഞു, അയാളെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഷബീഹും ബിക ഇദാകാന സ്വഹിഹൻ, അയാൾക്ക് രോഗം മാറിയാൽ നിന്നെ പോലെ ഉണ്ടാവും. ഫഖാല, അപ്പോൾ പറഞ്ഞു, അന, ഞാൻ തന്നെ. ഖദ് ശഫാനി റബ്ബി, ഇന്ന് മുഹറം 10 അള്ളാഹു എനിക്ക് രോഗം മാറ്റി തന്നു എന്ന് സയ്യിദുന അയ്യൂബ്. അതാണ് സംഭവം. ഭയങ്കര സംഭവമാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായില്ലേ? അന്ന് മുഹറം 10 അയ്യൂബിന്റെ രോഗം മാറിയത് മുഹറം 10 അലൈഹിസ്സലാം. ഉറക്കപ്പറ, അലൈഹിസ്സലാം, 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 സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം. ലോകത്ത് അത്ഭുതങ്ങൾ നടന്ന ദിവസമാണത്. اذهبوا بقميصي هذا فالقوه على وجه أبي يأتي بصيرا. മിസ്റിൽ നിന്ന് കുപ്പായം കൊടുത്തയച്ചു സയ്യിദുന യൂസുഫ്. ഈ കുപ്പായം മുഖത്തിട്ടാൽ മതി, ബാപ്പാക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴത്തിന് ബാപ്പാക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ട് 40 വർഷങ്ങൾ കഴിഞ്ഞു. ആ കുപ്പായം എന്ന് കൊണ്ട് മുഖത്തിട്ടു, കാഴ്ചശക്തി അങ്ങോട്ട് കിട്ടി. സയ്യിദുന യാക്കൂബിന് അതേ ദിവസമാണ് قالوا حرقوا وانصروا آلهتكم إن كنتم فاعلين قلنا يا نار كوني بردا وسلاما على إبراهيم. ഇതേ ദിവസമാണ് സയ്യിദുന ഇബ്രാഹിം അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്ന് മുഹറം 10. അത്ഭുതങ്ങളിൽ കുറച്ചൊന്നുമല്ല. അതേ ദിവസമാണ് യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ നിന്ന് മോചിതനായത്. 12 വർഷം ജയിലിലായിരുന്നു സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം. അതേ ദിവസമാണ് വമാ ഖതലൂഹു വമാ സ്വലബൂ. അവർ ഈസയെ പിടിച്ചിട്ടുമില്ല, ഈസയെ കൊന്നിട്ടുമില്ല, ഈസയെ കുരിശിൽ തറച്ചിട്ടുമില്ല. ബൽ റഫഅഹുല്ലാഹ്, അല്ലാഹു പ്രത്യേകമായ ലോകത്തെ ഉയർത്തി. ആരെ?
ഈസയെ എപ്പോൾ ഉയർത്തി? മുഹറം 10. അതും അന്നാണ്. ഉറച്ചൊന്നുമല്ല, അത്ഭുതങ്ങൾ ഇത്രയൊന്നുമല്ല. ഞാൻ ഓർമ്മയെന്നെടുത്ത് പറഞ്ഞതാണ്, ഇത്രയൊന്നുമല്ല. ലോകത്ത് അത്ഭുതങ്ങൾ നടന്നതിന് കയ്യും കണക്കുമില്ല. കഴിഞ്ഞു പോയ ജനതകൾക്കെല്ലാം മുഹറം 10 നോമ്പ് നോൽക്കൽ നിർബന്ധമായിരുന്നു. നിർബന്ധം. ചിന്തിക്ക്, എല്ലാ ആളുകളും ആ ദിവസം നോമ്പ് നോൽക്കും. മുഹറം 1 മുതൽ 10 വരെ പ്രത്യേകമായ ആരാധനയിലായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. വഫീഹി നഫ്ഖ, മുഹറം 10-നാണ്. വഫീഹി ഖാമത്ത് സാ, അതേ ദിവസമാണ് അന്ത്യനാൾ സംഭവിക്കുക. ഒരു മുഹറം 10 ഖിയാമത്ത് നാളുണ്ടാവും. ഒരു മുഹറം 10 ഖിയാമത്ത് നാളായിരിക്കും. അന്ന് വെള്ളിയാഴ്ചയോ? ഇക്കൊല്ലം ഏതായാലും ഉണ്ടാവില്ല, ചൊവ്വാഴ്ചയാണ്. പേടിക്കണ്ട. ഒരു മുഹറം 10 വെള്ളിയാഴ്ചയാവും. മുഹറം 10 ആയിരിക്കും. അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കും. അങ്ങനെ ഉണ്ടായാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നല്ല. ഒരു ഖിയാമത്ത് നാളിന്റെ കൊല്ലം അങ്ങനെയാണ്. ഖിയാമത്ത് നാളിന്റെ വർഷം അന്ന് ഖിയാമത്ത് നാളായിരിക്കും. അന്ന് വെള്ളിയാഴ്ച ആയിരിക്കും. അന്ന് മുഹറം 10 ആയിരിക്കും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് ഈ ദിവസം. ലോകത്ത് ഒരുപാട് നന്മകൾ നടന്നിട്ടുള്ള ദിവസമാണിത്. കുറച്ചൊന്നുമല്ല, എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുതങ്ങൾ. റിസ്ഖിനെ അള്ളാഹു പടച്ചു, സസ്യങ്ങളെ അള്ളാഹു മുളപ്പിച്ചു, ഭൂമിയിലേക്ക് മഴ പെയ്തു, അർശിനെ പടച്ചു, കുർസിനെ പടച്ചു. ചിന്തിക്കുക, അള്ളാഹു മിഖ്ദാറുകളെ കണക്കാക്കി ഒരുപാട് അത്ഭുതങ്ങൾ. ആകാശത്തിന്റെ പണി ആരംഭിച്ചു, ഭൂമിയുടെ പണി ആരംഭിച്ചു. ഇതെല്ലാം മുഹറം 10-നാണ്. മുഹറം 10 എന്നാൽ വല്ലാത്തൊരു സംഗതിയാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചു. ആദമിനെ തൗബ സ്വീകരിച്ചു അലൈഹിസ്സലാം. ഇത്രയൊന്നുമല്ല, എണ്ണിയാലൊടുങ്ങാത്ത നന്മകൾ ലോകത്ത് ഈ ദിവസം ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാകാനുമുണ്ട്. അതുകൊണ്ട് ഈ ദിവസത്തെ ബഹുമാനിക്കണം. من أوسع على عياله يوم عاشوراء أوسع الله عليه سائر سنته. മുഹറം 10 ഒരാൾ തന്റെ കുടുംബത്തിന് ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ ഔസഅ അല്ലാഹു അലൈഹി സായിറ സനതിഹി, ആ വർഷം മുഴുവനും അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത ചെയ്യും എന്ന് പുണ്യ റസൂൽ. അതായത് മുഹറം 10 കുടുംബത്തെ സന്തോഷിപ്പിക്കുക, വിശാലത ചെയ്യുക. കുട്ടികളോട് ചോദിക്കാം, ഇന്ന് എന്ത് ഭക്ഷണം വേണ്ടത്, അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അവർ പറഞ്ഞ നല്ല കാര്യങ്ങളെ ചെയ്യുക, അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കുക. ഭാര്യ, മക്കൾ, ബാപ്പ, ഉമ്മ, കുടുംബം, ബന്ധപ്പെട്ടവർ, നിഅമത്തുള്ള ആളുകൾ നിഅമത്ത് ഉപയോഗപ്പെടുത്തുക. കഴിയുമെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. സാധുക്കളായ ആളുകൾക്ക് സദഖ ചെയ്യുക. മനസ്സിലായില്ലേ? പാവപ്പെട്ട ആളുകൾക്ക് സദഖ ചെയ്യുക. ഒരാടിനർത്ത് അയൽ വീട്ടിലേക്ക് കൊടുത്തയക്കുക. ഇതൊക്കെ നല്ല കാര്യമാണ്. ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇതൊക്കെ സ്ഥിരമായി ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. ഒരു മാന്യം വന്നിട്ടും അവർക്കൊന്നും സംഭവിക്കാത്തതും എനിക്കറിയാം. ഒരു കച്ചവടക്കാരനെ എനിക്കറിയാം, എല്ലാ മുഹറം 10-നും അയാൾ നല്ല ഇറച്ചിയുള്ള 2 ആടിനെ വാങ്ങി അറക്കും. എന്നിട്ട് അയാൾ പരിസര വീടുകൾക്കും കുടുംബത്തിനും കൊടുക്കും. വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കും. അത് പതിവാണ്. ഒരു 10-12 വർഷമായി ഇയാൾ ചെയ്യുന്നത് എനിക്കറിയാം. അയാളെ നാട്ടിൽ നിഅമത്തുള്ള ഒരാളുമാണ്. ദുന്യവിയും ഉഖ്റവിയുമായ നിഅമത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം മുഅ്മിനീങ്ങൾ സന്തോഷിച്ച ദിവസമാണ്. 16 ലക്ഷം ഇസ്രായേലികൾക്ക് സന്തോഷം ഉണ്ടായല്ലോ. അവരെന്ത് ആയപ്പോ? കടൽ കടന്നപ്പോ. അയ്യൂബിന് സന്തോഷം ഉണ്ടായല്ലോ. യൂനുസിന് സന്തോഷം ഉണ്ടായല്ലോ അലൈഹിസ്സലാം. യൂസുഫ് ജയിൽ മോചിതനായപ്പോ സന്തോഷം ഉണ്ടായി. യാക്കൂബിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷം ഉണ്ടായി. ഇബ്രാഹിം നബി അഗ്നികുണ്ഡത്തിൽ രക്ഷപ്പെട്ടപ്പോൾ സന്തോഷം ഉണ്ടായി. ശത്രുക്കളിൽ നിന്ന് ഈസ രക്ഷപ്പെട്ടപ്പോൾ സന്തോഷമുണ്ടായി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ സ്വീകരിച്ചപ്പോൾ സന്തോഷമുണ്ടായി. നോഹ് നബിയുടെ കപ്പൽ നങ്കൂരം കണ്ടപ്പോൾ സന്തോഷമുണ്ടായി. ഇങ്ങനെ അപ്പോൾ കഴിഞ്ഞു പോയ അമ്പിയാക്കളെല്ലാം സന്തോഷിച്ച ദിവസമായതുകൊണ്ട് അവന്റെ കുടുംബത്തെ ആ ദിവസം സന്തോഷിപ്പിക്കണം. അയൽവാസികൾ, ബന്ധുക്കളെ സന്തോഷിപ്പിച്ചാൽ വളരെ നല്ലത്. ഇന്ന് നിഅമത്തുള്ള എത്ര ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തിൽ. എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. എന്താ ഒരു ആടിനൊക്കെ വാങ്ങിയിട്ട് അറുത്ത് പരിസരത്തെ ആളുകൾക്ക് കൊടുത്ത എത്ര നല്ല കാര്യം.
ചെയ്യുന്ന ആളുകളിൽ നിഅമത്തുണ്ട്. ഈ നിഅമത്ത് ഉപയോഗപ്പെടുത്തേണ്ട സമയത്ത് ഉപയോഗപ്പെടുത്തണം. മൻ ഔസ, വിശാലത ചെയ്ത് ഒരു കുടുംബത്തിനെ കണക്കാക്കി അവർക്ക് അന്നൊരു ആട്ടുമാംസവും ഒരു നല്ല ഭക്ഷണവും ഉണ്ടാകണം, അന്ന് നോമ്പുറക്കാനുള്ള കറി ഇന്റെ വകയാകണം എന്ന് ചെയ്ത് അവരത് ചെയ്ത് നോക്കുക. നിഅമത്തുള്ളവര്, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിഅമത്തുള്ളവർ ഇന്ന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരാടിനെ വാങ്ങാൻ 2 ആടിനെ വാങ്ങാൻ എത്രയോ പൈസ, അതൊക്കെ കുറഞ്ഞ പൈസയല്ല. ഇന്നത്തെ കാലത്ത് അതൊന്നും മനുഷ്യന് വിഷയമല്ലല്ലോ. ചെയ്യാൻ കഴിഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആടിനറക്കൽ ഒരു ഉദാഹരണം. സാധുക്കളെ സഹായിക്കുക, പാവപ്പെട്ടവർക്ക് അതിരാവിലെ പൈസ കവറിലാക്കി കൊണ്ടുപോയി കൊടുക്കുക. കാരണം ലോകത്ത് അമ്പിയാക്കളെല്ലാം ആ ദിവസം സന്തോഷിച്ചു. അപ്പോൾ അള്ളാന്റെ അടിമകളെ ആ ദിവസം നമ്മൾ സന്തോഷിപ്പിക്കണം. ഞാൻ അവസാനിപ്പിക്കാണ്. ഇങ്ങോട്ട് നോക്ക്. ഇനി സക്കാത്ത് കൊടുക്കാനുള്ള ആൾ തന്നെയാണ്, സക്കാത്ത് കൊടുക്കാണ്. പക്ഷെ അത് മുഹറം 10 രാവിലെ കൊടുത്തു. കിട്ടുന്ന അവനിത് നിർബന്ധ ബാധ്യതയാണെങ്കിലും കിട്ടുന്നവന് സന്തോഷാണല്ലോ. അള്ളാഹുവിന്റെ അടിമകളെ ആ ദിവസം സന്തോഷിപ്പിച്ചാൽ ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രികളാണ്. അതുകൊണ്ട് ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. നേരം വൈകുമോ? ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. ഇതൊരു പ്രധാനപ്പെട്ട സമയമാണ്. ഈ കൊല്ലം മുഴുവനും അള്ളാഹിന്റെ റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ട് പിരിയാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ സാഹചര്യത്തിൽ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത്യാദി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ പറഞ്ഞതെല്ലാം ആരും ഒന്നും വിചാരിക്കരുത്, ആരും വിഷമിക്കരുത്. ഞാൻ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ത്വരീഖത്തുകൾ, തോന്നിയാസങ്ങൾ, കള്ളത്തരങ്ങൾ, അതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത്. ഹക്കായ വഴികൾക്കൊക്കെ പോകാം. ഹക്കായ വഴി പണ്ടും ഇന്നും ലോകത്തുണ്ട്. ശരീഅത്തില്ലാത്തൊരു ദീനും ഇല്ല, നിസ്കാരമില്ലാത്ത ഒരു നന്മയും ഇല്ല. നിസ്കാരം നിസ്സാരമാക്കിയാൽ പിന്നെ അവന് ഇസ്ലാമിൽ സ്ഥാനം ഉണ്ടാവില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒന്നും വിചാരിക്കരുത്. ഗൗരവമായ വിഷയം ഗൗരവമായി പറയൽ ബാധ്യതയാണ്. എല്ലാവരും ഈ കാര്യങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കണമെന്ന് എൻ്റെ നഫ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ചെല്ലാൻ വേണ്ടി പറഞ്ഞത്, ഇനിയുള്ള ദിവസങ്ങൾ നോമ്പ് പോറ്റാൽ വളരെ നല്ലത്. 9-നും 10-നും ശക്തമായി നോമ്പ്. ഈ മാസത്തിന് സദഖക്ക് വളരെ പുണ്യമാണ്. സദഖ ചെയ്യുക വളരെ പുണ്യമാണ്. സദഖ കൊടുക്കുക, പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുക, നന്മ ചെയ്യുക, ഇതൊക്കെ വളരെ പുണ്യമാണ്. ഈ 10-നും മുഹറം 10-ന് പ്രത്യേകിച്ച് കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് ചെയ്യ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചെല്ലാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്ന് പറയ്. ഏതൊക്കെ ഞാൻ ചെല്ലാൻ പറഞ്ഞത്? 1, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 1000 വട്ടം ചെയ്യാൻ കഴിഞ്ഞാൽ 1000 വട്ടം ചെയ്യണം ഈ സമയത്ത്. അതായത് രാവും പകലും മുഹറത്തിന്റെ ഈ സന്ദർഭത്തിൽ രാവും പകലും പറഞ്ഞുകൊണ്ടിരുന്നു. ആര്? യൂനിസ് എന്നല്ലേ പറഞ്ഞത്? രാവും പകലും. അതാണ് നമ്മളൊരു 1000 വട്ടം എങ്കിലും പറഞ്ഞത്. അതാണ് ചെല്ലിയാൽ കഴിഞ്ഞ തവണയുള്ള ദോഷങ്ങളെ അള്ളാഹു തോർക്കും. അടുത്ത വർഷത്തേക്ക് അള്ളാഹു നിഅമത്തിനെ തുറന്നു തരികയും ചെയ്യും. അതേപോലെ യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ 1000 തവണയെങ്കിലും ദിവസം ചെല്ലുന്നത് വളരെ നല്ലതാണ്. റഹ്മത്ത്, ഈ കൊല്ലത്തെ റഹ്മത്ത് പൂർണ്ണമായി ആവശ്യമാണ്. അള്ളാഹു തആല നമുക്ക് തുറന്നു തരട്ടെ. പിന്നെ എന്ത് ചെയ്യാം? അല്ല ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ യാ ഹയ്യു യാ ഖയ്യൂം. ഞാൻ പറഞ്ഞത് ബദർ യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ചൊല്ലിയെന്നാണ്. നിസ്കാരത്തിന്റെ പ്രാധാന്യം പറയാൻ വേണ്ടി ഇടയിൽ പറഞ്ഞതാണത്. അതല്ല, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും ബിസ്മി ഓതരുത്. തൗബയിലായത്താണ്. അഊദു ഓരോന്നിനും ഓതിയാൽ നല്ലത്. ഇനി ആദ്യത്തെ തവണ മാത്രം ഓതിയാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. പിന്നെ ബാക്കി അങ്ങോട്ട് ചൊല്ലിയാൽ മതി. ഈ 2 ആയത്ത് മുഹറം 10-ന് തൗബയിൽ അവസാനത്തെ 2 ആയത്ത്. തൗബയിൽ അവസാനത്തെ 2 ആയത്ത് സൂറത്ത് തൗബയിലെ അറിയാത്തവര് തൗബ സൂറത്ത് എടുത്തിട്ട് അതിന്റെ ലാസ്റ്റ് 2 ആയത്ത്, അതാണ് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസ്. ഇപ്പോൾ തന്നെ വീട്ടിൽ പോയിട്ട് കാണാതെ പഠിച്ചിട്ട് ഉറങ്ങിയാൽ മതി. വലിയ ആയത്താണ്, ഭയങ്കര ഗുണമുള്ളതാണ്. അത് നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ വയല് തുടങ്ങുന്നതിന് മുമ്പ് എന്നാണെങ്കിലും അത് ചൊല്ലാറുണ്ടല്ലോ, എല്ലാ ദിവസവും ഇല്ലേ? ഇന്നും ചൊല്ലിയിട്ടുണ്ടല്ലോ, കഴിഞ്ഞ തവണയും ചൊല്ലിയിട്ടുണ്ടല്ലോ. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളിവിടെ പ്രസംഗം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ബിഹഖി ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. അത് പോവാണെങ്കിലും വരികയാണെങ്കിലും വീട്ടിൽ കയറി എന്തിനും അത് ചൊല്ലണം. അതൊരു വല്ലാത്ത ആയത്താണ്. അത് ഖുർആന്റെ ഒരു രഹസ്യമുള്ള ആയത്താണ്. അള്ളാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഒരു ആയത്തുൽ കുർസി ഓതാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ആയത്തുൽ കുർസി ഓതുക, ഒരു ലഖദ് ജാഅക്കും ചൊല്ലുക. ഭയങ്കര ഫضലുണ്ടാവും, വല്ലാത്ത ഫضലുണ്ടാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ.
അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇനിയുള്ള ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുക. പിന്നെ വൈകുന്നേരമാകുന്ന സമയത്ത് അസറിൻ്റെ ശേഷമൊക്കെ ദുആ ചെയ്യുക. നാളെ ഈ കൊല്ലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്, ഒന്ന് ശ്രദ്ധിക്കുക. രാത്രിയൊക്കെ ഒന്ന് ദുആ ചെയ്യുക. പ്രത്യേകിച്ചും ഉറങ്ങാതിരിക്കുക. അത്താഴ സമയത്ത് എണീറ്റ് ഇരിക്കുക, എന്നിട്ട് കുറച്ച് ദുആ ചെയ്യുക. അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും. ഈ പാവപ്പെട്ടവനെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തും ഇൻഷാ അള്ളാഹ്. അള്ളാഹു എല്ലാ പ്രയാസവും നമുക്ക് നീക്കി തരട്ടെ. ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരുടെ ദുആക്ക് 3 മാസം വരെ പ്രത്യേകം പ്രാധാന്യമുണ്ടെന്നും ഉത്തരം ലഭിക്കുമെന്നും വർഷങ്ങളായി ഹജ്ജ് ക്ലാസ്സുകളിൽ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഹജ്ജ് വേളയിൽ ഒരാൾ 40 ദിവസമാണെന്ന് പരിമിതപ്പെടുത്തി പ്രസംഗിക്കുന്നത് കേട്ടു. രണ്ടും റിവായത്തുള്ളതാണ്. 40 ദിവസം എന്ന റിവായത്തും ഉണ്ട്, എന്നാൽ 3 മാസം എന്ന റിവായത്തും ഉണ്ട്. ചില പണ്ഡിതന്മാർ 40 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ 3 മാസം എന്ന അഭിപ്രായമാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. 2 റിവായത്തും ഉണ്ട്. കുറ്റമൊന്നും പറയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമൊന്നും പറയണ്ട. 2 റിവായത്തും ഉണ്ട്. ഹജ്ജ് കഴിഞ്ഞവർക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. എത്ര ദിവസം? ഒരഭിപ്രായം 40 ദിവസം, ഒരഭിപ്രായം 3 മാസം. ആ 3 മാസം എന്ന അഭിപ്രായമാണ് പരക്കെ അംഗീകരിക്കപ്പെടുന്ന അഭിപ്രായം. 40 ദിവസം എന്നൊരാൾ അയാൾ പറഞ്ഞത് കേട്ടാലും അയാളെ വിമർശിക്കണ്ട. അങ്ങനത്തെ റിവായത്തും ഉണ്ട്. അതിന് 2 തട്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ 40 ദിവസത്തിനും ഒരു ഫضലുണ്ടാവും, മൊത്തം 3 മാസത്തിനും ഒരു ഫضലുണ്ടാവും. ഇതിന്റെ സ്ഥാനം പിന്നുള്ളതിനുണ്ടാവില്ല. എന്നാ സ്ഥാനം 2നും ഉണ്ട് താനും. മനസ്സിലായില്ല? ഒരു 2 അഭിപ്രായം കണ്ടാൽ 2നും നമ്മൾ പരമാവധി കൂട്ടി യോജിപ്പിക്കാൻ നോക്കണം, അല്ല കുറ്റം പറയണ്ട. മനസ്സിലായില്ല? ആദ്യത്തെ 40 ദിവസത്തിന് ഒരു പ്രധാനപ്പെട്ട പ്രാധാന്യം, പിന്നെയും പ്രാധാന്യമുണ്ട്. മനസ്സിലായോ? ഇത്ര വരൂല. മൊത്തം പ്രാധാന്യം 3 മാസം, അതിൽ ഏറ്റവും പ്രാധാന്യം ആദ്യത്തെ 40 ദിവസം. അങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്തായാലും ദ്വാരന്നോളി വെറുതെ ആവൂല, വെറുതെ ആവൂല. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹിന്റെ കൊട്ടാരത്തിൽ ഇനിയും എത്താൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. ഇവിടെ ഒരു അനുമോദന ചടങ്ങുണ്ട്. അതിനു മുമ്പ് ഒരു ഫാത്തിഹ യാസീൻ ഓതി ദുആ ചെയ്യുന്നതിന് മുമ്പ് അനുമോദന ചടങ്ങ് നടത്തും. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറാത്തി ജമീഇ മൻ തഅല്ലഖ ബിനാ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന കുല്ലിഹിം അജ്മഈന. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم مرسلون طيرنا بكل إن لم تنتهوا لنرجمنكم وليمسنكم من عذاب أليم طائركم معكم إن ذكرتم ولم تبقوا مسرفين. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة يرجون الرحمن بضل لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به
وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض من أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل السابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقهم الله قال الذين كفروا للذين أطعموا إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين صيحة واحدة تأخذهم وهم يخصمون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسل إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون لمسخناهم على مكانتهم وما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين ولم يروا أنا خلقناهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال ما يحيي العظام وهي رميم قل يحييها الذي أنشأها وأمره بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العظيم മോമിനിങ്ങളെ പറഞ്ഞതൊക്കെ എല്ലാവരും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണമെന്നും നേരായ മാർഗത്തിലേക്ക് ആരെങ്കിലും പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ നിസ്കാരം അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിൽ നിന്നൊക്കെ ആരെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നേരായ വഴിയിലേക്ക് തിരിച്ചു വരണമെന്നും അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പണിയെടുക്കണമെന്നും എന്നും മുസ്ലിമീങ്ങൾ ജീവിച്ചതാണ് ഹിദായത്തിൻ്റെ വഴി. അതിനൊക്കെ തെറ്റിപ്പോകുന്നത് നിഗൂഢമായ പൈശാചികമായ കാര്യങ്ങളാണ്. അതിനെ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. അല്ലാഹുവേ റബ്ബേ, ഈ സദസ്സിനെ നീ കബൂലാക്കണമേ അല്ലാഹ്. ഇവിടെ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കണമേ റബ്ബേ. തെറ്റ് അബദ്ധം ഇതൊക്കെ ഞങ്ങൾക്ക് പറ്റിപ്പോകും, നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ റബ്ബേ. ഹക്കായ ഇൽമും ഹക്കായ രീതിയും ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, നേരായ വഴിയിൽ നിസ്കാരം നിലനിർത്തി, നോമ്പ് നിലനിർത്തി, സക്കാത്ത് കൊടുത്ത്, ഹജ്ജ് ചെയ്ത് മുസ്ലിമീങ്ങൾ എങ്ങനെയൊക്കെയാണോ ജീവിച്ചത് അങ്ങനെ ഞങ്ങളെ ജീവിപ്പിക്കണമേ റബ്ബേ. നിഗൂഢമായ തൊരിയക്കത്തുകൾ, നിഗൂഢമായ പിഴച്ച മാർഗങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെ നീ കാക്കണമേ റബ്ബേ. ഞങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാകണമേ പടച്ചോനെ. 1400 കൊല്ലം മുസ്ലിമീങ്ങൾ ജീവിച്ചതുപോലെ ഞങ്ങളെ ജീവിപ്പിക്കണമേ റബ്ബേ. അങ്ങനെ ഞങ്ങളെ മരിപ്പിക്കണമേ റബ്ബേ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖും നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഈ സദസ്സിലുള്ള ഒരാളും നരകത്തിൽ കിടക്കരുതേ പടച്ചോനെ. എല്ലാവരെയും നരകത്തിൽ നിന്ന് കാക്കണമേ റബ്ബേ. എല്ലാവരെയും സ്വർഗാവകാശികളാക്കണമേ റബ്ബേ. എല്ലാ മക്കളെയും സാലിഹ്യങ്ങളാക്കണമേ റബ്ബേ. എല്ലാ പെൺകുട്ടികളെയും സാലിഹത്തുകളാക്കണമേ റബ്ബേ. എല്ലാ വീടുകളിലും ഐശ്വര്യം ഉണ്ടാകണമേ റബ്ബേ. ഏതെങ്കിലും വീട്ടിൽ കടമുണ്ടെങ്കിൽ ആ കടം വീട്ടിൽ കൊടുക്കണമേ റബ്ബേ. റഹ്മത്ത് എല്ലാവർക്കും ഇറക്കി തരണമേ റബ്ബേ. ഇത് ബഹുമാനപ്പെട്ട മുഹറം മാസത്തിലെ ഞങ്ങളുടെ ആദ്യത്തെ ക്ലാസ്സാണ്. ഈ കൊല്ലത്തെ 1438 ആദ്യത്തെ മജ്ലിസാണ് ഇൽമിന്റെ ഖുർആന്റെ. ഇത് കബൂലാക്കണമേ അല്ലാഹ്, ഇത് കബൂലാക്കണമേ അല്ലാഹ്. ഈ കൊല്ലം മുഴുവനും നീ ഞങ്ങൾക്ക് റഹ്മത്ത് നിറച്ചു തരണമേ റബ്ബേ. ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് വളരെ ആവശ്യമാണ്, ഈ ലോകത്തും പരലോകത്തും. ആ 2 റഹ്മത്തും നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തുറന്നു തരണമേ റബ്ബേ. ദാരിദ്ര്യം ഒഴിവാക്കി തരണമേ റബ്ബേ. പ്രയാസങ്ങളെ നീക്കണമേ റബ്ബേ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുക്കണമേ റബ്ബേ. മക്കളെ നല്ല നിലക്ക് പോറ്റാൻ എല്ലാ മാതാപിതാക്കൾക്കും തൗഫീഖ് തരണമേ റബ്ബേ. ഭാര്യക്കും സന്താനത്തിനും ഭക്ഷണം കൊടുക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലാലായ ഭക്ഷണം ഭാര്യക്കും മക്കൾക്കും കൊടുക്കുക. എല്ലാവർക്കും നല്ല ജോലി കൊടുക്കണമേ റബ്ബേ. ചെറുപ്പക്കാരൊക്കെ നല്ല തൊഴിൽ ചെയ്യുന്നവരാകണമേ റബ്ബേ. തൊഴിലിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. തൊഴിലില്ലാത്തവർക്ക് അവരോട് യോജിച്ച ഖൈറായ തൊഴിൽ കൊടുക്കണമേ പടച്ചോനെ. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. കൃഷിയിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. ജോലിയിൽ അഭിവൃദ്ധി നൽകണമേ റബ്ബേ. ഹലാൽ ആയ സഫർ പോകുന്ന മുസാഫിരിങ്ങളെ സഫറിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. വായുവിലും വെള്ളത്തിലും കരയിലും ഞങ്ങളെ കാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഒരു വാഹനത്തിലും അപകടം പറ്റിപ്പോകരുതേ അല്ലാഹ്, നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഈ കൊല്ലം ഞങ്ങൾക്ക് ഖൈറിന്റെ കൊല്ലമാക്കണമേ റബ്ബേ. ഒരുപാട് സാലിഹീങ്ങളെ ഞങ്ങളെ വലത്തെ കൈകൊണ്ട് മുസാഫഹത്ത് ചെയ്യാൻ ഈ കൊല്ലം ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ റബ്ബേ. എമ്പാടും സാലിഹീങ്ങളെ കയ്യിൽ കൈവക്കാൻ ഞങ്ങളെ കയ്യിന് നീ ഭാഗ്യം തരണമേ റബ്ബേ. ചില കൈകളിൽ കൈവച്ചാൽ പോലും ദോഷങ്ങൾ പുറത്തു പോകുമെന്നാണല്ലോ. അല്ലാഹുവേ, നല്ല മനുഷ്യന്മാരെ കയ്യിൽ കൈവക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ റബ്ബേ. നല്ല മനുഷ്യന്മാരോട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ ഭാഗ്യം തരണം റബ്ബേ. നിന്റെ കഅബാലയം കണ്ണ് കാണാൻ ഈ കൊല്ലം തൗഫീഖ് തരണമേ റബ്ബേ. നിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ പച്ച കുബ്ബയുടെ താഴെ പോയി നിന്ന് റസൂലുള്ളാഹിക്ക് സലാം പറയാൻ ഈ കൊല്ലം നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ റബ്ബേ. അല്ലാഹുവേ, രക്ഷിതാവേ, ഞങ്ങളുടെ കാര്യങ്ങൾ നീ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. കേസിൽ കുടുങ്ങിയവരുണ്ടെങ്കിൽ ഈ കൊല്ലം രക്ഷപ്പെടുത്തണമേ റബ്ബേ. എല്ലാവരും രക്ഷപ്പെടുത്തണമേ റബ്ബേ. നിയമപാലകരിൽ നിന്ന് പ്രയാസങ്ങൾ ഏർപ്പെടുന്നവരുണ്ടെങ്കിൽ ആ പ്രയാസം നീക്കി കൊടുക്കണമേ റബ്ബേ. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള ബന്ധം സുദൃഢമാകണമേ റബ്ബേ. അക്രമവും പ്രയാസങ്ങളും ഉണ്ടാവരുതേ പടച്ചവനെ. ശത്രുത ഉണ്ടാക്കുന്നവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. വർഗീയത ഉണ്ടാക്കുന്നവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. മനുഷ്യന്മാർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള ബന്ധം ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ ബന്ധമാണ്. ഈ ബന്ധം നിലനിൽക്കാനുള്ള വാക്കുകളും പ്രവൃത്തികളും എല്ലാവരിൽ നിന്നും ഉണ്ടാകണമേ റബ്ബേ. ശത്രുത പ്രസംഗിക്കുന്നവരെ പരാജയപ്പെടുത്തണം റബ്ബേ. ശത്രുതക്ക് ലേഖനം എഴുതുന്നവരെ പരാജയപ്പെടുത്തണം റബ്ബേ. ശത്രുത ഉണ്ടാക്കുന്നവരെ ഇല്ലായ്മ ചെയ്യണം റബ്ബേ. ലോകത്ത് നന്മ ഉണ്ടാകണമേ പടച്ചോനെ. മനുഷ്യന് നല്ല മനസ്സുണ്ടാകണമേ റബ്ബേ.
എല്ലാവരും നല്ലവരാകണമേ റബ്ബേ. സ്നേഹവും സൗഹാർദ്ദവും വിജയിപ്പിക്കണമേ റബ്ബേ. ഖൈറും റഹ്മത്തും ഉണ്ടാകണം റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മഹബത്ത് വർദ്ധിപ്പിക്കണം റബ്ബേ. മക്കൾക്ക് അനുസരണ ഉണ്ടാകണമേ റബ്ബേ. അയൽപക്ക ബന്ധം സുദൃഢമാകണമേ അല്ലാ. മഹല്ലുകളിൽ ഐക്യം ഊട്ടി ഉറപ്പിക്കണമേ പടച്ചോനെ. അനൈക്യം ഇല്ലാതെയാകണമേ റബ്ബേ. മുസ്ലിം ഉമ്മത്തിന് ഖൈർ നൽകണം റബ്ബേ. റഹ്മത്ത് നൽകണം റബ്ബേ. നല്ല നല്ല വാർത്ത കേൾക്കാൻ തൗഫീഖ് തരണമേ റബ്ബേ. ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. കോടിക്കണക്കിന് ബാങ്ക് ബാലൻസ് ഉണ്ടായി വാഴണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. എന്നാൽ അല്ലലില്ലാത്തൊരു ജീവിതം തരണം പടച്ചോനെ. കടമില്ലാത്തൊരു ജീവിതം തരണം റബ്ബേ. അന്നവും ഭക്ഷണവും വെള്ളവും നടന്നു പോകണം പടച്ചോനെ. ഞങ്ങളെ കുട്ടികളെ വിദ്യാഭ്യാസം നടന്നു പോകണമേ റബ്ബേ. ഒരാളൊരു കാര്യം പറഞ്ഞാൽ അവിടെ ഒരു 10 റുപ്യ കൊടുക്കാൻ ഞങ്ങളെ കയ്യിൽ ബാക്കിയായി തരണമേ പടച്ചോനെ. അങ്ങനത്തെ കയ്യിൽ നടക്കണമേ റബ്ബേ. സക്കാത്ത് നല്ല നിലക്ക് വീട്ടാൻ തൗഫീഖ് തരണമേ റബ്ബേ. സദഖ കൊടുക്കാൻ തൗഫീഖ് തരണമേ റബ്ബേ. ഖൈറായ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാനും അമൽ ചെയ്യാനും ഭാഗ്യം തരണമേ റബ്ബേ. മരണം വരെ നിസ്കാരം നിലനിർത്തി തരണം റബ്ബേ. എന്ന് പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം. മരണം വരെ നിസ്കാരം നിലനിർത്തി തരണം പടച്ചോനെ. മരണം വരെ നിസ്കാരം നിലനിർത്തി തരണമേ അല്ലാഹ്. ഞങ്ങളെ നെറ്റിത്തടം നിന്റെ മുന്നിൽ വെക്കാൻ തൗഫീഖ് തരണം റബ്ബേ. നിസ്കാരം ഒഴിവാകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാകരുതല്ലോ, ഉണ്ടാകരുതല്ലോ. നിസ്കാരം ഒഴിവായി പോകരുത് പടച്ചോനെ. നീ ഞങ്ങളെ കാക്കണമേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ സ്വാലിഹാക്കണം അല്ലാഹ്. ഞങ്ങളെ ഇജ്ജത്തിലാക്കണം അല്ലാഹ്. ഈ കളമശ്ശേരി ടൗൺ ഹാളിൽ ഈ കൂടിയ മനുഷ്യന്മാരെല്ലാം എന്തൊക്കെ കമ്മിയുണ്ടോ അത് പരിഹരിക്കണം റബ്ബേ. ഓരോരുത്തരുടെയും മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ഹലാലായ ആഗ്രഹങ്ങൾ നടത്തി തരണമേ റബ്ബേ. ഹറാമിനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ കണ്ണും കയ്യും കാലും ലൈംഗികാവയവവും ഹലാല് കൊണ്ട് മതിയാക്കണമേ പടച്ചോനെ. ഞങ്ങളെ കയ്യും കണ്ണും കയ്യും മറ്റും അവയവങ്ങളും ഉള്ളിലും പുറത്തിലുമുള്ള എല്ലാ അവയവവും ഹലാല് കൊണ്ട് മതിയാക്കണം റബ്ബേ. ഒരവയവത്തിനും ഹറാമ് കൊതി ഉണ്ടാകരുത് പടച്ചോനെ. ഹറാമിനോട് വെറുപ്പുള്ള മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ഹറാമിനോട് വെറുപ്പുള്ള മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം റബ്ബേ. ഒരു ഹറാം ചെയ്യാന്ന് പറഞ്ഞാൽ വെറുപ്പുള്ള മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ. ഖബർ ജീവിതം ആനന്ദമാക്കണമേ റബ്ബേ. മരിച്ചവർക്ക് മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. നാളെ ഞങ്ങൾക്കും വിശാലതയുള്ള ഒരു ഖബർ കിട്ടണമേ റബ്ബേ. ദീർഘായുസ് ഉണ്ടാവണം റബ്ബേ. പൊരുത്തുണ്ടാവണം റബ്ബേ. ഖൈറുണ്ടാകണം റബ്ബേ. റബ്ബനാ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه